ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഡിവിഷണൽ അക്കൗണ്ടിന്റെ ഫ്രീ ക്ലാസ് സീരീസ് സഹകാരിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇംഗ്ലീഷിനെ നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല. സഹകാരിയുടെ ഡിവിഷണൽ അക്കൗണ്ടിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ പ്രത്യേകിച്ച് പ്രിസൈസ് റൈറ്റിംഗ് തൊട്ട് ഒടുക്കം വരെ അല്ലെ ആ ഡീറ്റെയിൽഡ് സിലബസ് കംപ്ലീറ്റ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട റിയാസ് സാറാണ്. റിയാസ് സാറിനെ നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ആമുഖമായിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ പരീക്ഷയെ ഭയക്കേണ്ടതൊന്നുമില്ല. അതായത് നമുക്ക് PSCയുടെ ഒരു മാതൃകയിൽ ഉള്ള ഒരു എന്താണ് പ്രിലിംസ് എക്സാമിനേഷൻ അല്ലേ. PSCയുടെ മാതൃക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ തന്നിരിക്കുന്ന സിലബസ് ബേസ് ചെയ്തുള്ള പ്രിലിംസ് എക്സാമിനേഷൻ, പിന്നെ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു റിട്ടൺ എക്സാമിനേഷൻ. അപ്പോൾ ഇംഗ്ലീഷിന് 150 മാർക്കാണ് നമുക്ക് റിട്ടൺ എക്സാമിനേഷൻ വരുന്നത്. ഇക്കഴിഞ്ഞ പരീക്ഷയിൽ 4 മാർക്കിന് ചോദിച്ച ചോദ്യങ്ങൾ ശരിക്കും ഈ ഒരൊറ്റ ക്ലാസ് പഠിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം, തുടക്കം മുതൽ ഒടുക്കം വരെ ക്ലാസ് കാണുക. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, DND മോഡ് ഓൺ ആക്കുക ഫോണിൽ. ആര് നമ്മളെ വിളിച്ചോട്ടെ, കുഴപ്പമില്ല, ഈ പരിപാടി കഴിഞ്ഞിട്ട് വിളിക്കാം അല്ലേ. അതുപോലെ നമ്മൾ കൃത്യമായിട്ട് മോട്ടിവേറ്റഡ് ആയിരിക്കുക. ത്രൂ ഔട്ട് ബിഗിനിങ് ടു ദ എൻഡ് നമ്മൾ എന്താകുക, മോട്ടിവേറ്റഡ് ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഏതൊരു മത്സര പരീക്ഷ പ്രിപ്പറേഷനും മുന്നോടിയായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ ഇനി പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത്, നമ്മുടെ ഈ ഫ്രീ ക്ലാസ് സീരീസും ഈ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തിയുള്ള നോട്ട്സും അതുപോലെ ക്വസ്റ്റ്യൻസും എക്സാമിനേഷനും ഒക്കെ എഴുതി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ DA എന്ന് പറയുന്ന കോഡ് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ മതിയാവും. നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നാൽ നമ്മുടെ റെഗുലർ കോഴ്സ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് വരുന്ന എല്ലാ ക്ലാസ്സുകളും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനകത്ത് അടിപൊളിയായിട്ട് പോകാം കേട്ടോ. അപ്പോൾ സ്നേഹപൂർവ്വം നമുക്ക് റിയാസ് സാറിനെ സ്വാഗതം ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. ശ്യാം സാർ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ഡിവിഷണൽ അക്കൗണ്ടിന്റെ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സഹകാരിയിലൂടെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് ആയിട്ട് ലഭിക്കുകയാണ്. ഇതേ ക്വാളിറ്റിയിലും ഇതേ ഡെപ്തിലും തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് സഹകാരിയിലൂടെ തന്നെ ലഭ്യമാകുന്നതാണ്. അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് പുറമെ ലഭിക്കും. സോ നമുക്ക് സഹകാരി റൈസ് പ്ലസിലൂടെ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പഠനം ആരംഭിക്കുന്നതിന് മുന്നേ നമ്മുടെ സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. എന്ത് പഠിക്കാൻ ആരംഭിച്ചാലും സിലബസ് അറിയുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ കണ്ണടച്ച് പഠിക്കാതെ എന്തൊക്കെ നമുക്ക് പഠിക്കണം, എത്ര മാർക്കിനാണ് പരീക്ഷയിൽ അവ ചോദിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ഏതൊക്കെ ഏരിയാസിന് പ്രിഫറൻസ് കൊടുക്കണം, ഏതൊക്കെ ഏരിയാസ് ആദ്യം പഠിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. സോ ഇത് നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ ഫുൾ സിലബസ് ആണ്. മെയിൻസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ്. നിങ്ങൾക്കറിയാം, GK, PERCY ആൻഡ് ജനറൽ ഇംഗ്ലീഷ് 150 മാർക്കിനാണ് ചോദിക്കുന്നത്. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷയായിരിക്കും. അപ്പൊ ഇതില് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്, ഒരിക്കലും OMR അല്ല. അഥവാ നമുക്ക് ആൻസേഴ്സ് കറുപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളല്ല വരുന്നത്. നാം പൂർണ്ണമായിട്ടും ആൻസേഴ്സ് എഴുതുക തന്നെ ചെയ്യണം. അപ്പൊ 150 മാർക്കിൽ GKയും ജനറൽ ഇംഗ്ലീഷും PERCYയും ഉൾപ്പെടുന്നുണ്ട്. ദെൻ എലമെന്ററി ബുക്കിലേക്കും മാത്സ് എന്ന് പറയുമ്പോൾ അരിത്തമെറ്റിക് മെൻസുറേഷൻ ആണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് മാത്രം ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. പാർട്ട് 2 ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇതിന് പുറമെ GKയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇംഗ്ലീഷ് വരുന്ന സമയത്ത് പാർട്ട് 2, പാർട്ട് 3 ഇങ്ങനെ 2 സെഷനായിട്ട് തിരിച്ചാണ് ഇംഗ്ലീഷ് സിലബസിൽ പരാമർശിക്കുന്നത്. പാർട്ട് 2 ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, അഥവാ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഗ്രാമർ. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നല്ല എക്സാക്ട് പറയേണ്ടത്, ഇംഗ്ലീഷ് ഗ്രാമർ എന്നാണ് പറയേണ്ടത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല, കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ടേമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പൊ ഇംഗ്ലീഷ് ഗ്രാമറിൽ 60 മാർക്കിനാണ് ചോദ്യങ്ങൾ വരിക. 60 മാർക്കിന് 45 മിനിറ്റ് കൊണ്ട് നിങ്ങൾ അത് അറ്റൻഡ് ചെയ്ത് തീർക്കണം. സമയം കണ്ടൊന്നും പേടിക്കൊന്നും വേണ്ട. ചില ചോദ്യങ്ങൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ചില ചോദ്യങ്ങൾ കുറച്ചൊന്ന് ആലോചിക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് പഠിച്ച് സെറ്റാക്കാവുന്നതേ ഉള്ളൂ. പേടിയെല്ലാം മാറ്റിവെക്കുക, നമുക്ക് കൃത്യമായിട്ട് അവയെല്ലാം പഠിക്കാം. ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കൃത്യമായിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ നൗൺ, ടെൻസ്, വേർബ്, ദെൻ അതർ, ഈ രീതിയിൽ 4 സബ് ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നൗൺ എന്താണെന്ന് പഠിക്കണം, ടെൻസ് എന്താണെന്ന് പഠിക്കണം, വേർബ് എന്താണെന്ന് പഠിക്കണം, ദെൻ അതല്ലാത്ത ഗ്രാമർ പോർഷൻസ്. ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇംഗ്ലീഷ് ഗ്രാമർ. അപ്പോൾ അതല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അതെല്ലാം എത്ര മാർക്കിനാണ് ചോദിക്കുന്നത് എന്നതടക്കം കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആദ്യത്തെ സബ് ഡിവിഷനിൽ നൗൺ നമുക്ക് നോക്കാം. നൗണിൽ ഏതൊക്കെ നമ്മൾ എടുത്ത് പഠിക്കണം? പാർട്സ് ഓഫ് സ്പീച്ചിൽ ഒന്നാമത്തതാണ് നൗൺ അല്ലെ. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നൗൺസ് ആണ്. അപ്പൊ നൗൺസിൽ നമ്മൾ എടുത്തു പഠിക്കേണ്ടത് സിംഗുലർ,
പ്ലൂറൽ നൗൺസ്. 4 മാർക്കിന്റെ ചോദ്യം ആ ഒരു ഏരിയയിൽ നിന്നുണ്ടാകും. 4 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഏരിയ ആണ്. വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു 4 മാർക്ക് ഉറപ്പാണ്. ദെൻ കൗണ്ട് ആൻഡ് അൺകൗണ്ട് നൗൺസ്. കൗണ്ടബിൾ അൺകൗണ്ടബിൾ എന്ന് പഠിക്കാറില്ലേ, അത് തന്നെയാണ് സാധനം. കൗണ്ട് ആൻഡ് കൗണ്ട് നൗൺസ്. ദെൻ അബ്സ്ട്രാക്ട് നൗൺസ്. കോൺക്രീറ്റ് നൗൺസും ഉണ്ട്, അബ്സ്ട്രാക്ട് നൗൺസും ഉണ്ട് അല്ലെ. അപ്പൊ അതിലെ അബ്സ്ട്രാക്ട് നൗൺസ് അത് 2 മാർക്കിനാണ് ചോദിക്കുന്നത്. സത്യത്തിൽ ഇത് നൗൺ എന്നൊരു ഹെഡിങ് കൊടുത്താൽ ഇതെല്ലാം അതിന്റെ കീഴിൽ വരുന്നതാണ്. പക്ഷെ കുറച്ചുകൂടി എക്സാക്റ്റ് ആയിട്ട് നമ്മൾ എടുത്തു പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം സിലബസിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ പൊസസീവ് പ്രൊനൗൺസ്. 2 മാർക്കിനാണ് പൊസസീവ് പ്രൊനൗൺസിന് ചോദിക്കുക. പ്രൊനൗണിൽ ഉൾപ്പെടുന്ന ഒരു ചെറിയ വിഭാഗമാണ് പൊസസീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് അല്ലെ. പ്രൊനൗൺ ഒരുപാട് തരത്തിൽ പ്രൊനൗൺ ഉണ്ട്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോവാണ്. പൊസസീവ് പ്രൊനൗൺസിൽ നിന്നും 2 ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കും. അതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ പ്രാപ്തരാവുകയും ചെയ്യും. ദെൻ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. മിസ്പെൽറ്റ് എന്ന് പറയും. മിസ്പെൽറ്റ് സ്പെല്ലിങ്സ്, പല പദങ്ങളുടെയും പല വാക്കുകളുടെയും സ്പെല്ലിങ് നിരന്തരം നമ്മൾ തെറ്റിക്കാറുണ്ട് അല്ലെ. നിരന്തരം തെറ്റിക്കാറുണ്ട്. കറക്റ്റ് അത് തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത് PSC ചോദിക്കാറുമുണ്ട്. അത്തരം മിസ്പെൽറ്റ് 5 മാർക്കിന് ചോദിക്കും. 5 മാർക്കിന് ചോദിക്കും. അപ്പൊ അത് നമ്മൾ പഠിക്കണം. ദെൻ രണ്ടാമത്തെ സബ് ഡിവിഷൻ ടെൻസ് ആണ്. ടെൻസ് ആകെ 12 ടെൻസ് ഉണ്ട് അല്ലെ. 12 ടെൻസ് ഉണ്ട്. ആ 12 ടെൻസും നമ്മൾ പഠിച്ചിരിക്കണം. 12 ടെൻസ് നമ്മൾ പഠിച്ചിരിക്കണം, ഉറപ്പാണ്. ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് പെർഫെക്റ്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. അഥവാ പ്രസന്റ് പാസ്റ്റ് ടെൻസുകളിലെ സിമ്പിളും പെർഫെക്റ്റ് മാത്രമാണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മുടെ പഠനം അവിടെ മാത്രം ഒതുക്കരുത്. അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ബാക്കി കൂടി പഠിച്ചു വെച്ചേക്കണം. കാരണം ഗ്രാമർ പഠിക്കുന്ന സമയത്ത് ഒരാൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട സാധനങ്ങളാണ് അതെല്ലാം. അവിടെ നിന്ന് ചോദ്യങ്ങൾ വന്നാൽ ഇത് സിലബസിൽ ഇല്ലല്ലോ എന്ന് നമുക്ക് ചോദിക്കാൻ കഴിയില്ല. അപ്പൊ ഇവയ്ക്ക് പ്രിഫറൻസ് കൊടുക്കുക. ആദ്യം ഇത് നന്നായിട്ട് പഠിക്കുക, ഒപ്പം മറ്റത് കൂടി പഠിച്ചു വെക്കുക. ദെൻ ഇറഗുലർ വേർബ്സ്. വേർബ്സ് റെഗുലറും ഇറഗുലറും ഉണ്ട് അല്ലെ. അപ്പൊ അതെന്താണെന്ന് പഠിക്കണം. ചില ആളുകൾ അത് ചിലപ്പോൾ കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. അത് നിങ്ങളുടെ കുറ്റമല്ല, അതങ്ങനെയാണ് അല്ലെ. ഡിഗ്രി കഴിഞ്ഞാലും ഒരാൾക്ക് റെഗുലർ ഇറഗുലർ വേർബ്സ് അറിഞ്ഞിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി അത് കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. അത് നിങ്ങൾ പഠിക്കും, നിങ്ങളെ സെറ്റ് ആക്കും നമ്മൾ. ദെൻ പിന്നീട് വേർബ്സ്. അടുത്തതായിട്ട് വേർബ്സ് ആണ്. സത്യത്തിൽ ഇറഗുലർ വേർബ്സ് നമുക്ക് വേർബിന്റെ കൂട്ടത്തിൽ പറയാമായിരുന്നു, പ്രശ്നമല്ല. അവരെങ്ങനെ കൊടുത്താലും നമ്മൾ കാര്യങ്ങൾ പഠിച്ചിരിക്കും. ഫ്രൈസൽ വേർബ്സ്. സ്ഥിരം പരീക്ഷകളിൽ കോമ്പറ്റേറ്റീവ് എക്സാമിൽ സ്ഥിരം ചോദിക്കുന്ന സാധനമാണ് ഫ്രൈസൽ വേർബ്. 2 മാർക്കിനാണ് ഫ്രൈസൽ വേർബിൽ വരുന്നത് അല്ലെ. ഇവിടെ നോക്കൂ, സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് പെർഫെക്റ്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഇവിടെ എല്ലാം 2 മാർക്ക് എന്ന സബ് ഡിവിഷൻസ് നമുക്ക് കാണാം. ദെൻ പാസ്റ്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ 4 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. 4 മാർക്കിന്. ഇറഗുലർ വേർബ്സ് 4 മാർക്കിന്. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏരിയാസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സ്പെല്ലിംഗ് 5 മാർക്കാണ്. പാസ്റ്റ് പെർഫെക്റ്റ് 4 മാർക്കിനാണ്. ഇറഗുലർ വേർബ്സ് 4 മാർക്കിനാണ്. ദെൻ ഓക്സിലറി, മോഡൽ ഓക്സിലറി വേർബ്സ്. വേർബ്സിന്റെ കാറ്റഗറിയിൽ തന്നെയാണ് നമ്മൾ ഫ്രൈസൽ വേർബിനെയും ഓക്സിലറി വേർബിലെയും മോഡൽ ഓക്സിലറീസിനെയും ഉൾപ്പെടുത്തുന്നത്. സോ ഓക്സിലറിയും മോഡൽ ഓക്സിലറിയും 4 മാർക്കിനാണ്. കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് മോഡൽ ഓക്സിലറീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ദെൻ ആഡ്വേർബ്സ് 2 മാർക്കിന്. ദെൻ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് 5 മാർക്ക്. റിപ്പോർട്ടഡ് സ്പീച്ച് 5 മാർക്ക്. ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള 2 ടോപ്പിക്കുകളാണ്. എല്ലാ പരീക്ഷകളിലും പ്രാധാന്യമുള്ളതാണ്. ഇവിടെയും അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. ഓപ്ഷനിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കാൻ അറിഞ്ഞാൽ പോരാ. ഒരു സെന്റൻസ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ കൃത്യമായിട്ട് അത് ചേഞ്ച് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കിട്ടുകയുള്ളൂ. ദെൻ ഇവകൾ കൂടാതെ പ്രൊനൗൺ 2 മാർക്കിന്. ഇപ്പൊ പൊസസീവ് പ്രൊനൗൺസിന് 2 മാർക്ക്. പ്രൊനൗൺസ് എന്ന ടോപ്പിക് മൊത്തം. അപ്പൊ പ്രൊനൗണിൽ ഏത് ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ വരാം. പൊസസീവ് പ്രൊനൗൺസിൽ നിന്ന് എന്തായാലും 2 മാർക്കിന് ചോദ്യം ഉണ്ടാവും. അതല്ലാതെ ഒബ്ജക്റ്റീവ്, സബ്ജക്റ്റീവ് പ്രൊനൗൺ, റിഫ്ലക്സീവ് പ്രൊനൗൺ, അങ്ങനെ പല ഏരിയാസും ഉണ്ട്. അത് നമ്മളിന്ന് പഠിക്കാൻ പോവാണ്. അതിൽ നിന്നും 2 മാർക്കിന് ചോദ്യം വരും. ദെൻ അഡ്ജക്റ്റീവ്സിൽ നിന്നും 2 മാർക്കിന് ചോദ്യങ്ങൾ വരും.
പ്രിപ്പോസിഷൻസിൽ നിന്നും 2 മാർക്കിന് ചോദ്യം ഉണ്ടാകും. ദെൻ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, വൊക്കാബുലറി ആണ്. അപ്പൊ വൊക്കാബുലറി എന്ന ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത് ഇഡിയംസ് ആൻഡ് ഫ്രേസസും സിംഗുലർ പ്ലൂറൽ നൗൺസും ആണ് അല്ലെ. സിംഗുലർ പ്ലൂറൽ നൗൺസ് നമുക്ക് വേണമെങ്കിൽ എവിടെ കൊടുക്കാം? പാർട്സ് ഓഫ് സ്പീച്ച്, ഗ്രാമർ എന്ന ഭാഗത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. സ്പെല്ലിംഗ് വൊക്കാബുലറിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് 2 മാർക്കിനാണ്. ചിലപ്പോൾ അത് 4 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം കേട്ടോ. ഇവിടെ 2, 4 എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ വരാം, ചിലപ്പോൾ അതിനേക്കാൾ 1-2 മാർക്കിന് കുറഞ്ഞു വരാം. പക്ഷെ ആ ഒരു ഏരിയയിൽ നിന്നും ചോദ്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ദെൻ ജംബിൾഡ് സെന്റൻസ് അഥവാ സെന്റൻസിന്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിത്തരും. അപ്പൊ അത് കൃത്യമായിട്ടും അടുക്കി വെക്കുക. അതാണ് ജംബിൾഡ് സെന്റൻസ് കൊണ്ടുള്ള ഉദ്ദേശം. അത് നമ്മൾ ക്ലിയർ ആക്കും. ഒട്ടുമിക്ക കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ചോദിക്കാറുള്ള ചില സെന്റൻസ് ഉണ്ട്. ഈ സെന്റൻസ് ഒന്നും അവർ മേക്ക് ചെയ്യുന്നതായിരിക്കില്ല. SCERTയിൽ നിന്നോ NCERTയിൽ നിന്നോ കട്ട് ചെയ്തെടുക്കുന്ന, അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ള ഏതെങ്കിലും ഷോർട്ട് സ്റ്റോറീസ് എന്നൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന സെന്റൻസുകളായിരിക്കും. സോ നമ്മൾ അത് ഹാൻഡ് പിക്ക് ചെയ്ത് നിങ്ങളെ കൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. സോ അത്തരം സെന്റൻസുകളെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ദെൻ പാർട്ട് 3യിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ടോട്ടൽ 60 മാർക്കാണ്. 60 മാർക്ക്. ഇവിടെ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ആദ്യം കാണുന്ന സബ് ഡിവിഷൻസ് എല്ലാം ചേർന്ന് 10, 10, 8, 13, 19, ടോട്ടൽ 60 മാർക്ക് ഇവിടെ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. ദെൻ അടുത്തത് ഒരു 30 മാർക്ക് വരുന്നത് പ്രിസി റൈറ്റിംഗിലാണ്. പ്രിസി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് തരുന്നു, 1, 2, 3 പാരഗ്രാഫ് തരുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചുരുക്കുന്ന സമയത്ത്, ചുരുക്കുക എന്ന് പറഞ്ഞാൽ സെന്റൻസുകൾ കട്ട് ചെയ്ത് മാറ്റുക എന്നല്ല, അതിന്റെ മീനിങ്ങിൽ ഒരു കുറവും വരുത്താത്ത രീതിയിൽ ചുരുക്കുക. അതാണ് പ്രിസി റൈറ്റിംഗ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും, നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. സോ ഗിവ് എ കമ്മ്യൂണിറ്റി സമ്മറി ഓഫ് ദ റിപ്പോർട്ട് ഗിവൺ ഇൻ 100 വേർഡ്സ്. അപ്പൊ നമുക്കൊരു റിപ്പോർട്ട് തരും, അതിനെ ചുരുക്കി 100 വാക്കുകളിലായിട്ട് ഒതുക്കണം. 20 മിനിറ്റ് ആണ് സമയം നിങ്ങൾക്ക് കിട്ടുന്നത്. 20 മാർക്ക് അതിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ അല്ലേ? Then 1 page of a company annual report that contains fact and figures that can be presented as a table. അപ്പോൾ അവിടെ നമുക്ക് മിക്കവാറും തരാൻ സാധ്യതയുള്ളത് ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട 1-2 പാരഗ്രാഫുകളാണ്. 300 വേർഡ്സ് ഉള്ള ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനൊപ്പം എന്തോ ഉണ്ടാകും? ഒരു ടേബിളും ഉണ്ടാകും. ആ ടേബിളിൽ കുറച്ച് വിവരങ്ങളും ഉണ്ടാകും. അപ്പൊ 2010 ഇന്ന കാര്യങ്ങൾ നടന്നു, 2011 ഇത്ര നടന്നു, 2012 ഇത്ര മാറ്റങ്ങൾ ഉണ്ടായി. അപ്പൊ ഇവയെല്ലാം കൃത്യമായും അനലൈസ് ചെയ്ത് 300 വേർഡ്സിൽ പറഞ്ഞ കാര്യം 100 വേർഡ്സിൽ നമ്മൾ ചുരുക്കി എഴുതണം. ഒന്നും മിസ്സായി പോകാനും പാടില്ല, അഥവാ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മിസ്സായി പോകാനും പാടില്ല. അത് 20 മാർക്കിന്റെ ചോദ്യമാണ്. ദെൻ പാർട്ട് 3യിലെ സെക്ഷൻ ബിയിൽ വരുന്നത്, അവിടെ ആകെ 2 ചോദ്യങ്ങളെ വരൂ. ഒന്ന് പ്രിസി റൈറ്റിംഗ് ആണ്. രണ്ടാമത്തെ ചോദ്യം സേ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രസ്താവന തന്നിട്ട് ശരിയാണോ തെറ്റാണോ, ട്രൂ ഓർ ഫാൾസ് എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതുപോലെ മിക്കവാറും ഒരു പാസേജ്, നേരത്തെ തന്ന അതേ പാസേജിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും തരിക, സ്റ്റേറ്റ്മെന്റുകളായിരിക്കും തരിക. അത് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ സിലബസ്. അപ്പൊ ഈ സിലബസ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇംഗ്ലീഷിലെ 30+60 90 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. സോ നിങ്ങൾ അതിന് റെഡി ആവുക. നമുക്കെന്നാൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രൊനൗൺ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ സിലബസിൽ പ്രൊനൗൺ എടുത്തു പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്രമല്ല റിഫ്ലക്സീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പൊസസീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞ് മറ്റൊരു ഏരിയകളിലും ഈ പ്രൊനൗണിന്റെ ഒരു സബ് ഡിവിഷൻ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു 3-4 മാർക്കിനൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ 2 മാർക്ക്, മാക്സിമം പോയാൽ ഒരു 4-5 മാർക്കിന് വരെയൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ പ്രൊനൗണുമായിട്ട് ബന്ധപ്പെട്ട 2 പരീക്ഷകളിൽ, അഥവാ 2022 ഇത് 2022 ചോദ്യമാണ്. 2 ചോദ്യങ്ങൾ. ചെറിയ ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. ഇത് ടൈപ്പ് ചെയ്ത സാധനം വേറെ വരുന്നുണ്ടോ? 2022 33ാമത്തെ ചോദ്യത്തിൽ A-B എന്ന 2 ചോദ്യങ്ങൾ 2 മാർക്കിന്. 41ാമത്തെ ചോദ്യത്തിൽ വീണ്ടും പൊസസീവ് പ്രൊനൗൺസ്. നമ്മൾ സിലബസിൽ പറയുന്നുണ്ട്, പ്രൊനൗൺ എന്നും പറയുന്നുണ്ട്, പൊസസീവ് പ്രൊനൗൺസ് എന്നും പറയുന്നുണ്ട്. രണ്ടും 2 മാർക്കുകൾക്ക് വീതം എന്ന ചോദ്യമാണ് ഉണ്ടാവുക എന്നും പറഞ്ഞു. അത് കൃത്യമായിട്ടും അത് പാലിച്ചുകൊണ്ട് 4 മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്.
സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു 4 മാർക്ക് ഉറപ്പിക്കാൻ കഴിയും. നിങ്ങൾ റെഡിയല്ലേ? അപ്പൊ നിങ്ങൾ ഫുൾ അറ്റൻഷനും കൊടുത്ത് ക്ലാസ് ശ്രദ്ധിക്കുക. അവസാനം ഈ ഒരു 4 മാർക്ക് നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കും. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2022 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കറക്റ്റ് ദ പൊസസീവ് പ്രൊനൗൺ. ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്. ഓപ്ഷൻസ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ കറക്റ്റ് ദ പൊസസീവ് പ്രൊനൗൺ എന്നാണ് ചോദ്യം. ദിസ് കാർ ഈസ് മീ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് പൊസസീവ് പ്രൊനൗണിന്റെ ഭാഗത്തുള്ളത്, അത് എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാകണം. ഞാനിവിടെ ആൻസർ മാത്രം പറയാം, ഒരുപാട് വിശദീകരിക്കുന്നില്ല. വിശദീകരണത്തിലേക്ക് നമുക്ക് അങ്ങോട്ട് പോകുന്തോറും പറയാം കേട്ടോ. ദിസ് കാർ ഈസ് മൈ എന്ന് പറയുമ്പോൾ അവിടുത്തെ മൈ എന്നത് എന്റേതാണ് എന്ന അർത്ഥത്തിന് ഉപയോഗിക്കുന്നതാണ് എങ്കിൽ മൈ എന്നല്ല വരേണ്ടത്, മൈൻ എന്നാണ് വരേണ്ടത്. MINE, മൈൻ എന്നാണ് വരേണ്ടത്. മനസ്സിലായോ? കാരണം മൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പൂർത്തിയാകില്ല. മൈക്ക് ശേഷം എന്തെങ്കിലും കൊടുക്കണം. നമ്മൾ പറയില്ലേ മൈ നെയിം ഈസ്. മൈ എന്നതിന്റെ അർത്ഥവും എൻ്റെ എന്നാണ്, മൈൻ എന്നതിന്റെ അർത്ഥവും എന്റേത് എന്നാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, മൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശേഷം ഒരു നൗൺ കൂടി വെച്ച് കഴിഞ്ഞാൽ അത് പൂർത്തിയാവുകയുള്ളൂ. മൈ ബുക്ക്, മൈ പെൻ, മൈ പേപ്പർ, മൈ ബൈക്ക്, മൈ സ്കൂൾ, മൈ കാർ, മൈ ഫ്രണ്ട്, ഇങ്ങനെ. എന്നാൽ മൈൻ എന്ന് പറഞ്ഞാൽ എന്റേത് എന്ന മീനിങ് ആണ്. അവിടെ പിന്നെ ശേഷമൊന്നും ചേർക്കേണ്ടതില്ല. ചിലപ്പോൾ അതിന്റെ വിശദീകരണം മുന്നിൽ പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് മൈൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കും. അപ്പൊ ഹൂസ് പെൻ ഈസ് ദിസ്, ഇതാരുടെ പേനയാണ് എന്നൊരാൾ ചോദിച്ചാൽ മൈൻ എന്ന് പറയാം, എന്റേതാണ് ആ പേന എന്ന് മനസ്സിലാവും. മൈ എന്ന് മാത്രം പറയാൻ പാടില്ല, മൈ പെൻ എന്ന് പറയണം. അപ്പൊ മൈ എന്നുള്ള പദത്തിന് ശേഷം ഒരു നൗൺ കൊടുക്കൽ നിർബന്ധമാണ്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത് അതേ പരീക്ഷയിൽ തന്നെ ചോദിച്ച ചോദ്യമാണ്. അപ്പൊ പൊസസീവ് പ്രൊനൗൺ ആയിട്ട് ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ 2022 ചോദിച്ചിട്ടുണ്ട്. ദ ടൈഗർ സോ ഇറ്റ് ഇമേജസ് ഇൻ ദ മിറർ. ടൈഗർ എന്ത് ചെയ്തു? അതിന്റെ ഇമേജ്, പ്രതിബിംബത്തെ കണ്ണാടിയിൽ കണ്ടു. അപ്പോൾ അവിടെ അതിന്റെ അല്ലെ, അതിന്റെ എന്ന അർത്ഥത്തിൽ വരണം അല്ലെ, അതിൻ്റെത്. സോ ആ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുക ഇറ്റ്സ് ആണ് കേട്ടോ. അതിൻ്റെതായിട്ടുള്ള ഇമേജ്, ഇറ്റ്സ് ഇമേജസ് എന്നാണ്. ഇറ്റ്സ് ഇമേജസ്. ഓക്കെ അല്ലേ? ഇറ്റ്സ് ഇമേജസ് എന്നുള്ളതാണ് കൃത്യമായിട്ടും വരുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഇറ്റിന് അങ്ങനെ പൊസസീവ് പ്രൊനൗൺ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അത് വേറൊരു കാര്യം കേട്ടോ. ഇറ്റിന് അങ്ങനെ അധികം പൊസസീവ് പ്രൊനൗൺ യൂസ് ചെയ്യാറില്ല. എന്തായാലും അവിടെ ഇറ്റ്സ് ഇമേജസ് എന്നാണ് വരേണ്ടത്. ക്ലിയർ ആയോ? സോ നമുക്ക് നമ്മുടെ ഏരിയയിലേക്ക് കിടക്കാം. പാർട്സ് ഓഫ് സ്പീച്ചിലാണ് നമ്മൾ പ്രൊനൗൺ പഠിക്കേണ്ടത് കേട്ടോ. ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട 8 പാർട്സ് ഓഫ് സ്പീച്ച്. ചില ആളുകൾ 9 എന്നും പറയാറുണ്ട്. നമുക്ക് ആ ഒരു തർക്കത്തിലേക്കൊന്നും പോകണ്ട. 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണുള്ളത്. 8 പാർട്സ് ഓഫ് സ്പീച്ചിൽ രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് പ്രൊനൗൺ ആണ്. ആദ്യം നമ്മൾ പഠിക്കുക നൗൺ ആണ്. നൗൺ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം പ്രൊനൗണിനാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നൗൺ ആണ്. പ്രൊനൗൺ യൂസ് ചെയ്യുന്നത് നൗണിന് പകരമായിട്ടാണ് പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേര് എടുത്ത് പറയുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി, അഥവാ അവയ്ക്ക് പകരമായി നമ്മൾ പ്രൊനൗൺ യൂസ് ചെയ്യുന്നു. ഇപ്പൊ രവി നല്ല മിടുക്കനായിട്ടുള്ള കുട്ടിയാണ്. പിന്നെ നമ്മൾ രവി പറയുന്നത് പോലെ എല്ലാം അനുസരിക്കും. രവി പഠനത്തിൽ സമർത്ഥനാണ്. ഇങ്ങനെ എല്ലായിടത്തും രവി എന്നെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ആദ്യം ഒരു തവണ രവി മിടുക്കനായിട്ടുള്ള കുട്ടിയാണ്, അവൻ പറയുന്നത് അനുസരിക്കും, അവൻ നന്നായിട്ട് പഠിക്കും, പിന്നെ അവൻ എന്ന് പറഞ്ഞാൽ മതി അല്ലെ, പേര് ഒഴിവാക്കി അവൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ രവി എന്ന പേരിന് പകരമായി, രവി എന്ന നൗണിന് പകരമായി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അവൻ, അഥവാ ഇംഗ്ലീഷിൽ ഹി. അതിനെ നമ്മൾ പ്രൊനൗൺ എന്ന് പറയുന്നു. സോ എ പ്രൊനൗൺ ഈസ് എ വേർഡ് ദാറ്റ് സ്റ്റാൻഡ്സ് ഇൻ ഫോർ എ നൗൺ. ഒരു നൗണിന് പകരമായിട്ട് അല്ലെങ്കിൽ ഒരു നൗണിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. Often to avoid the need to repeat the same noun over and over. വീണ്ടും അതേ പദങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി നാം ഉപയോഗിക്കുന്നതാണ് പ്രൊനൗൺ. അപ്പൊ അതൊരു പുരുഷനാണെങ്കിൽ നമ്മൾ അവൻ, ഹി എന്ന് പറയും. സ്ത്രീ ആണെങ്കിൽ ഷീ, അവൾ എന്നൊക്കെ പറയും. ജീവനില്ലാത്തതാണെങ്കിൽ ഇറ്റ്, അത് എന്ന് പറയും. ഒരുപാട് പേരുണ്ടെങ്കിൽ അവർ, ദേ എന്ന് പറയും. സോ
പ്രൊനൗൺ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു നൗണിന് പകരം യൂസ് ചെയ്യുന്നതാണ് പ്രൊനൗൺ എന്ന് മനസ്സിലാക്കുക. ഇനി പ്രൊനൗൺ പല തരത്തിലുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ പഠിച്ചു വെക്കുക ഹി ഷീ ഇറ്റ് ഐ യു ദേവി. ഇതായിരിക്കും നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾ പ്രൊനൗൺ ആയിട്ട് എടുത്ത് പഠിച്ചു വെക്കുന്ന സാധനങ്ങൾ. ചിലപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് ഫോം ആയിട്ടുള്ള മീ യു ഹിം ഒക്കെ അറിയുമായിരിക്കും. അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല പ്രൊനൗൺ. പഠിക്കുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പ്രൊനൗൺ പല തരത്തിലുണ്ട്. അതിലൊന്ന് പേഴ്സണൽ പ്രൊനൗൺ. പേഴ്സണൽ പ്രൊനൗൺ എന്താണ്? പേഴ്സണൽ പ്രൊനൗൺസ് ദേ ആർ യൂസ്ഡ് ഇൻ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് കമാൻഡ്സ് ബട്ട് നോട്ട് ഇൻ ക്വസ്റ്റ്യൻസ്. സ്റ്റേറ്റ്മെന്റുകളിൽ എല്ലാം ഉപയോഗിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ ഉപയോഗിക്കുന്നത് പേഴ്സണൽ പ്രൊനൗൺ ആണ്. അത് ഹി ആകാം, ഹിം ആകാം, മൈ ആകാം, എന്തുമാകാം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലല്ലാത്ത സ്റ്റേറ്റ്മെന്റുകളിലും കമാൻഡുകളിലും ഉപയോഗിക്കുന്ന എല്ലാ പ്രൊനൗണിനും പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയും. മനസ്സിലാക്കണേ, ചോദ്യത്തിൽ ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്ത് പറയില്ല? പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയില്ല. അഥവാ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊനൗൺ എന്തല്ല? പേഴ്സണൽ പ്രൊനൗൺ അല്ല, അതിന് വേറെ പേരുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പറയും. അപ്പോൾ സാധാരണ സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നതല്ല, പേഴ്സണൽ പ്രൊനൗൺ ആണ് എന്ന് മനസ്സിലാക്കാം. സോ ഈ ഒരു പേഴ്സണൽ പ്രൊനൗൺ നമുക്ക് സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, പൊസസീവ്, റിഫ്ലക്സീവ് അങ്ങനെ പല പേരുകളിൽ പറയാം. അപ്പൊ പൊസസീവ് പ്രൊനൗൺ നമ്മൾ എടുത്ത് വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു ഏരിയയാണ്. അതോടൊപ്പം തന്നെ മറ്റ് പ്രൊനൗണിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. സോ ആദ്യം നമുക്ക് സബ്ജക്റ്റ് പ്രൊനൗണിനെ കുറിച്ച് പറയാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താണെന്ന് അറിയാമല്ലോ. ഗ്രാമറിൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളാണ്. ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾ അഥവാ കർത്താവിനെയാണ് നമ്മൾ എന്ത് പറയുക? സബ്ജക്റ്റ് എന്ന് പറയുക. ഒരു ക്രിയ ചെയ്യുന്ന വ്യക്തിയാണ് സബ്ജക്റ്റ്. സോ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന പ്രൊനൗൺ ആണ് സബ്ജക്റ്റ് പ്രൊനൗൺ. അപ്പൊ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് പ്രൊനൗൺ. അപ്പൊ സബ്ജക്റ്റ് പ്രൊനൗൺസ് ആർ യൂസ്ഡ് ടു റെഫർ ടു ദ പേഴ്സൺ ഓർ തിങ് ദാറ്റ് പെർഫോംസ് ആൻ ആക്ഷൻ ഇൻ എ സെന്റൻസ്. ഒരു സെന്റൻസിലെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി, ഒരു സെന്റൻസിലെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തു, ഒരു സെന്റൻസിലെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തു, അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് പ്രൊനൗൺ എന്ന് പറയുന്നത്. അപ്പൊ സാധാരണഗതിയിൽ സബ്ജക്റ്റ് എവിടെ ഉണ്ടാകും? സബ്ജക്റ്റ് സെന്റൻസിന്റെ തുടക്കത്തിൽ ഉണ്ടാകും. കാരണം സബ്ജക്റ്റ് ആണ് ആ സെന്റൻസിലെ ഹീറോ. തുടക്കത്തിൽ വേണ്ടേ? ദേ യൂഷ്വലി അപ്പിയർ അറ്റ് ദ ബിഗിനിങ് ഓഫ് സെന്റൻസ് ബിഫോർ ദ വേർബ്. വേർബിന് മുന്നിലായിട്ട് സെന്റൻസിന്റെ തുടക്കത്തിലാണ് അധികവും ഉണ്ടാകാറ്. സാധാരണയായിട്ട് അങ്ങനെയാണ് ഉണ്ടാകാറ് കേട്ടോ. അപ്പൊ അത് അങ്ങനെ അല്ലാതെയും വരാം. സാധാരണഗതിയിൽ ഒരു സെന്റൻസിന്റെ തുടക്കത്തിലാണ് സബ്ജക്റ്റ് പ്രൊനൗൺ ഉണ്ടാവുക. സോ സബ്ജക്റ്റ് പ്രൊനൗൺ അതിന്റെ എക്സാമ്പിൾസ് അടക്കം നമുക്ക് പഠിക്കാം. സബ്ജക്റ്റ് പ്രൊനൗണിലെ ഒന്ന് ഐ. എപ്പോഴും നമുക്ക് നാമിൽ നിന്ന് തുടങ്ങാം. ഐന്റെ അർത്ഥം അറിയാലോ, എന്നെ അല്ല ഞാൻ കേട്ടോ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ സ്കൂളിൽ പോകും. അപ്പൊ ഇവിടെ സെന്റൻസിന്റെ തുടക്കത്തിൽ ഐ വന്നില്ലേ? ഐ വന്നു. ഐ ചെയ്ത പ്രവൃത്തിയാണ് ഗോ അല്ലെ. ഈ സെന്റൻസിലെ ആക്ഷൻ ആണ് ഗോ. ഈ ഗോ എന്ന ആക്ഷൻ പെർഫോം ചെയ്തത് ഐ ആണ്. അപ്പോ പറയുന്ന ആളെ സൂചിപ്പിക്കാൻ ഐ എന്ന് പറഞ്ഞാൽ സ്പീക്കറാണ്. സ്പീക്കറിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ആണ്. ദെൻ വി ആർ ട്രാവലിംഗ് ടു പാരീസ് നെക്സ്റ്റ് വീക്ക്. ഞങ്ങൾ പാരീസിലേക്ക് അടുത്ത ആഴ്ച സഞ്ചരിക്കും, യാത്ര ചെയ്യും. അപ്പൊ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ആണ് അല്ലെ. ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ആണ്. വി ആർ ട്രാവലിംഗ് ടു പാരീസ് നെക്സ്റ്റ് വീക്ക്. അപ്പൊ ഇത് സംഭവം പ്രസന്റ് കണ്ടിന്യൂസ് ആണ് എങ്കിലും ഈ പ്രസന്റ് കണ്ടിന്യൂസ് ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാനും യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ ടെൻസ് പഠിക്കുന്ന സമയത്ത് പഠിക്കും. ഇപ്പൊ നിങ്ങൾ പ്രൊനൗൺ എന്നതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത് യാത്രയാണ്. യാത്ര എന്ന പ്രവൃത്തി ചെയ്തത് ആരാണ്? വി ആണ്, ഞങ്ങൾ ആണ്. വി ആർ ട്രാവലിംഗ് ടു പാരീസ് നെക്സ്റ്റ് വീക്ക്. അപ്പൊ ഇത് രണ്ടും സ്പീക്കറിനെ സൂചിപ്പിക്കുന്നതാണ്. അല്ലെ. ഇത് രണ്ടും സ്പീക്കർ. കാരണം ഇത് സ്പീക്കറാണ്, പറയുന്ന ആള്. സ്പീക്കർ എന്ന് പറഞ്ഞാൽ പറയുന്ന ആള്. വി എന്ന് പറഞ്ഞാൽ അതും പറയുന്ന ആളാണ്. പറയുന്ന ആളും അയാളുടെ ഗ്രൂപ്പും. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആരാണോ പറയുന്നത് അയാളും അയാളുടെ ഒപ്പമുള്ളതും. അപ്പൊ ഇവരെ കുറിച്ച് നമ്മൾ പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ എന്നാണ് കേട്ടോ. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ എന്നാണ് ഇവയെ കുറിച്ച് നമ്മൾ പറയാ. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ. ദെൻ ഹി എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം അല്ലെ. അവൻ. ഹി വിൽ ബി മീറ്റിംഗ് നീന ടുമാറോ. നീനയെ അവൻ നാളെ കാണുമായിരിക്കും അല്ലെ.
ഹി വിൽ ബി മീറ്റിംഗ്. സോ അവിടുത്തെ ഹി ആണോ സബ്ജക്റ്റ്. മീറ്റിംഗ് എന്ന ആക്ഷൻ ചെയ്തത് ഹി ആണ്. ഇനി നാലാമത്തത് ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ ടു ഹെർ കസിൻ. അവൾ എന്ത് ചെയ്യും? അവളുടെ കസിന് ഒരു ലെറ്റർ എഴുതും. അപ്പൊ ഇവിടെ ലെറ്റർ എഴുതുക എന്ന പ്രവർത്തി ചെയ്തത് ഷീ ആണ്. സോ ഇവിടെ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുക. ഐ എന്ന് പറയുന്നത് സിംഗുലർ ആണ് അല്ലെ. വി എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ബഹുവചനം, സിംഗുലർ ഏകവചനം, പ്ലൂറൽ ബഹുവചനം. ഹി സിംഗുലർ ആണ്, പുരുഷനാണ്. ഷീ സിംഗുലർ ആണ്, സ്ത്രീയാണ്. അവൾ അല്ലെ, അവൾ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ, ഹി എന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ. ദെൻ യു എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിന് യൂസ് ചെയ്യാം. നീ എന്ന അർത്ഥത്തിനും നിങ്ങൾ എന്ന അർത്ഥത്തിനും യു തന്നെയാണ് യൂസ് ചെയ്യുക. ഡിഡ് യു ഗെറ്റ് ദ ബുക്ക് യു വെർ ലുക്കിംഗ് ഫോർ? നിങ്ങൾ നോക്കുന്ന പുസ്തകം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. സോ ഇവിടത്തെ യു എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് ആണ്. അത് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ യു എന്ന് പറയുന്നത് അവിടുത്തെ സബ്ജക്റ്റ് ആണ്. ദെൻ they will be playing the final match in Australia. ഓസ്ട്രേലിയയിൽ അവരുടെ അവസാനത്തെ മത്സരം കളിക്കുന്നതാണ്, പ്ലേ ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ പ്ലേയിങ് എന്ന സബ്ജക്റ്റ് ചെയ്തത് ദേ ആണ്. ഓക്കെ അല്ലേ? സോ ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു സ്പീക്കർ അല്ലെങ്കിൽ സ്പീക്കർ അടങ്ങിയ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്ന പ്രൊനൗൺ ഫസ്റ്റ് പേഴ്സൺ ആണ്. ഇനി ലിസണർ, കേൾക്കുന്ന ആൾ. അപ്പൊ ആദ്യം നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് നൽകുന്നത് പറയുന്ന ആൾക്കാണ്. രണ്ടാമത് ഇമ്പോർട്ടൻസ് നൽകുന്നത് കേൾക്കുന്ന ആൾക്കാണ്. അപ്പൊ കേൾക്കുന്ന ആളെ സൂചിപ്പിക്കുന്നത് ഇതിൽ ഏതാ? യു ആണ് അല്ലെ, യു. അപ്പൊ ഇതിന് നമ്മൾ രണ്ടാം സ്ഥാനം കൊടുത്തിട്ട് സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ എന്ന് പറയുന്നു. ഇനി ബാക്കിയുള്ളതെല്ലാം അഥവാ സ്പീക്കറും ലിസണറും അല്ലാത്ത ആളുകൾ, അത് അവൻ, അവൾ, അവർ എന്നൊക്കെ പറയുമ്പോൾ അത് പറഞ്ഞാളും അല്ല കേട്ടാളും അല്ല, ഇവർ രണ്ടുപേരും അല്ലാത്തതാണ്, ഒരു ഔട്ട്സൈഡറാണ്. അവരെ നമ്മൾ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നു. ബാക്കിയുള്ളവയെ നമ്മൾ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നു. അതുകൂടി മനസ്സിലൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ അല്ലേ? സോ അതിന്റെ ഒരു വിശദീകരണം ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഐ ഫസ്റ്റ് പേഴ്സൺ ആണ്, യു സെക്കൻഡ് പേഴ്സൺ ആണ്, ഹി തേർഡ് പേഴ്സൺ ആണെന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സിംഗുലർ ഏതാണ്, പ്ലൂറൽ ഏതാന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, യു, ദേ. കേട്ടോ, ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, യു, ദേ. ഇത് ഇത്രയും സബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ പ്രവൃത്തി ചെയ്ത ആള് സബ്ജക്റ്റ് ആണ്. ആരുടെ മേൽ പ്രവൃത്തി സംഭവിക്കുന്നു അതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നത് ഒബ്വിയസ്ലി ഒബ്ജക്റ്റ് പ്രോനൗൺ ആയിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റ് പ്രോനൗൺസ് ആൾസോ നോൺ ആസ് ഒബ്ജക്റ്റീവ് പ്രോനൗൺസ്. ഒബ്ജക്റ്റ് പ്രോനൗണിന്റെ മറ്റൊരു പേരാണ് ഒബ്ജക്റ്റീവ്. കേട്ടോ, രണ്ടും സെയിം ആണ്. ഒബ്ജക്റ്റ് പ്രോനൗൺ എന്ന് പറഞ്ഞാലും ഒബ്ജക്റ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാലും സെയിം ആണ്. It represents the person or thing affected by an action. ഒരു പ്രവൃത്തി ആരെയാണോ അഫക്റ്റ് ചെയ്യുന്നത് അവരെ കുറിച്ചാണ് നമ്മൾ ഒബ്ജക്റ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രവൃത്തി ആരെയാണോ ബാധിക്കുന്നത് അവരെ കുറിച്ച് നമ്മൾ ഒബ്ജക്റ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഐ ലവ് യു എന്ന് പറയുന്ന സമയത്ത് അല്ലെ, അപ്പോൾ സ്നേഹം എന്ന പ്രവൃത്തി ആരെയാണോ ബാധിക്കുന്നത് അതാണ് ഒബ്ജക്റ്റ്. അപ്പൊ സ്നേഹം എന്ന പ്രവൃത്തി ബാധിക്കുന്നത് യു ആണ് അല്ലെ, യുവിനെയാണ്. അപ്പൊ യു ആണ് അവിടുത്തെ ഒബ്ജക്റ്റ്. They usually appear after verb or preposition. ഈ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് തുടക്കത്തിൽ വരും എന്ന് നമ്മൾ പറഞ്ഞു. ഒബ്ജക്റ്റ് സാധാരണ വരിക വേർബിന് ശേഷമാണ് അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷന് ശേഷമാണ്. ചിലപ്പോൾ ഒരു വേർബിന് ശേഷം നേരിട്ട് ഒരു നൗൺ വരില്ല എങ്കിൽ ഒരു പ്രിപ്പോസിഷന് ശേഷമാണ് വരുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. നേരത്തെ നമ്മൾ ഐ സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു, അതിന്റെ ഒബ്ജക്റ്റ് ആണ് മീ. ഹി ടോൾഡ് മീ എ ജോക്ക്. ഹി എന്നത് സബ്ജക്റ്റ് ആണ്, നമ്മൾ നേരത്തെ പഠിച്ചു. മീ എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. കാരണം കേൾക്കുക എന്ന ആ ഒരു ആക്ഷൻ ആരുടെ മേലാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അഫക്ട് ചെയ്തിട്ടുള്ളത്? മീയുടെ മേലാണ് അല്ലെ. ഹി ടോൾഡ് മീ എ ജോക്ക്. ദെൻ യു എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയാലും ഒബ്ജക്റ്റ് ആയാലും യു എന്നാണ് ആ ഒരു സ്ട്രക്ചറിൽ മാറ്റമൊന്നും ഇല്ലാതെ വരുന്നത്. യു സബ്ജക്റ്റ് ആയാലും യു തന്നെയാണ്, ഒബ്ജക്റ്റ് ആയാലും യു തന്നെയാണ്. ഐ ടെൽ യു ജോക്സ് ഓൾ ദ ടൈം. ഐ ടെൽ യു ജോക്സ് ഓൾ ദ ടൈം. ഞാൻ നിങ്ങളോട് എപ്പോഴും തമാശകൾ പറയുന്നു. അപ്പൊ ഐ ആണ് അവിടുത്തെ സബ്ജക്റ്റ്, യു ആണ് അവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പൊ അത് ഒബ്ജക്റ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലാവും? വേർബിന് ശേഷം വന്നാൽ ഒബ്ജക്റ്റ്. വേർബിന് ശേഷമാണല്ലോ വരുന്നത്. ടെൽ എന്ന വേർബിന് ശേഷം വന്നത് കൊണ്ട് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് ആണെങ്കിൽ വേർബിന് മുന്നിൽ വരണം, സെന്റൻസിന് മുന്നിൽ വരണം, എന്നാലേ അത് സബ്ജക്റ്റ് ആവുകയുള്ളൂ. ദെൻ ഹിം. അപ്പൊ മീ എന്ന് പറയുമ്പോൾ ഐയുടെ ഒബ്ജക്റ്റ് ആണ്. ഐ ഞാൻ, നീ എന്നെ. യു എന്ന് പറയുമ്പോൾ നീ എന്ന അർത്ഥത്തിൽ സബ്ജക്റ്റ് ആയിട്ടും
നിങ്ങളെ അല്ലെങ്കിൽ നിന്നെ, രണ്ടിനും യു തന്നെയാണ് വരുന്നത്. സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും യു തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെ അല്ലെങ്കിൽ നിന്നെ എന്ന അർത്ഥത്തിൽ യു തന്നെയാണ് വരുന്നത്. ഹി എന്ന് പറഞ്ഞാൽ അവനാണ്. ഹിം അവനെ. ഡോണ്ട് ടെൽ ഹിം എനി ജോക്സ്. അവനോട് ഒരു ജോക്കും ഒരു തമാശയും പറയണ്ട. അപ്പൊ അവനോട്. സോ ടെൽ എന്ന പ്രവൃത്തി ആരുടെ മേലാണ് സംഭവിച്ചിട്ടുള്ളത്? ഹിമ്മിന്റെ മേലാണ്, അല്ലെങ്കിൽ ഹിമ്മിനെയാണ് അഫക്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഹിം ഒബ്ജക്റ്റ് ആണ്. ദെൻ അടുത്തത് ഹെർ, അവളെ. ഷീ അവൾ, ഹെർ അവളെ. ടെൽ ഹെർ ജോക്സ് ഇൻസ്റ്റേറ്റ്. അതിന് പകരമായിട്ട് അവളോട് എന്ത് പറയുക? തമാശകൾ പറയുക. അപ്പൊ ടെൽ ഇവിടെ എല്ലാം വേർബ് ഒബ്ജക്റ്റിന് മുന്നിൽ വരുന്നുണ്ട്. അതുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളണം. നിങ്ങൾ ഈ ഒരു സെന്റൻസ് ചിലപ്പോൾ എഴുതേണ്ടി വരും. ഒരു സെന്റൻസിലെ പ്രൊനൗൺ സബ്ജക്റ്റ് ആണോ ഒബ്ജക്റ്റ് ആണോ എന്ന് കണ്ടെത്തേണ്ടി വരും. ചിലപ്പോൾ അത് എടുത്ത് എഴുതേണ്ടി വരും. അഥവാ പൊസസീവ് പ്രൊനൗൺ ഉപയോഗിച്ച് ഒരു സെന്റൻസ് എഴുതേണ്ടി വരും. അപ്പൊ ആ നിലയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ഞാൻ എടുത്തു പറയുന്നത്. ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് പ്രൊനൗൺ വരുന്നത് വേർബിന് മുന്നിലായിരിക്കും. ഒബ്ജക്റ്റ് പ്രൊനൗൺ വരുന്നത് വേർബിന് ശേഷമായിരിക്കും. അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ ടു, ഓഫ് പോലുള്ള പ്രിപ്പോസിഷന് ശേഷമായിരിക്കും. ദെൻ അസ് എന്ന് പറയുമ്പോൾ ഞങ്ങളെ. ഞങ്ങൾ. വി എന്ന പ്രൊനൗണിന്റെ അർത്ഥം ഞങ്ങൾ. അത് സബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ അസ്, ഞങ്ങളെ. They wouldn't let us come inside. അകത്തേക്ക് പ്രവേശിക്കാൻ അവർ നമ്മളെ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ അസ് എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. ഞങ്ങളെ എന്നാണ് അതിന് അർത്ഥം വരുന്നത്. ലെറ്റ് എന്ന വേർബിന് ശേഷമാണ് വന്നത്. അപ്പോൾ വേർബിന് ശേഷം വരുമ്പോഴാണ് അത് എന്താകുന്നത്? ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആകുന്നത്. ദെൻ അടുത്തതിലേക്ക് വരാം. ദം എന്ന് പറഞ്ഞാൽ അവരെ. ദേ അവർ സബ്ജക്റ്റ്, ദം അവരെ ഒബ്ജക്റ്റ്. മാർട്ടിൻ സെന്റ് ദം. മാർട്ടിൻ അവരെ അയച്ചു. സോ ഇവിടെ സെന്റ് എന്ന വേർബിന് ശേഷം വന്നു ദം വന്നു. അത് ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്ന പ്രൊനൗൺ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്നാൽ ഈ ഒരു ഇമേജ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ. ഐ സബ്ജക്റ്റ് ആണ്, മീ അതിന്റെ ഒബ്ജക്റ്റ് ആണ്. ഐ ഞാൻ, മീ എന്നെ, യു സബ്ജക്റ്റ് ആയാലും ഒബ്ജക്റ്റ് ആയാലും യു ആണ്. നിങ്ങളെ നിങ്ങൾ. ഹി അവൻ, ഹിം അവനെ. ഷീ അവൾ, ഹെർ അവളെ. ഇറ്റ് അത്. കേട്ടോ? ഇറ്റ് അതിനെ. അത് എന്നായാലും അതിനെ എന്നായാലും ഇറ്റ് തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പൊ ഇറ്റിന് മാറ്റമില്ല. യുക്കും മാറ്റമില്ല, ഇറ്റിനും മാറ്റമില്ല. ഇനി വി ഞങ്ങൾ, അഫ് ഞങ്ങളെ, യു ഇത് പ്ലൂറൽ ആയിട്ടുള്ള യു ആണ്. നിങ്ങളെ. കേട്ടോ? ഇവിടെ 2 തവണ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ ഒരു തവണ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ദെൻ ദേ അവർ, ദം അവരെ. അപ്പൊ മാറ്റമില്ലാത്തത് യുവിനും ഇറ്റിനും മാത്രമാണ്. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആയിട്ടുള്ള പൊസസീവ് പ്രൊനൗണിലേക്ക് വരാം. ശ്രദ്ധിച്ച് കേൾക്കണേ. എന്താണ് പൊസസീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്? പൊസസീവ് പ്രൊനൗൺസ് ഇൻഡിക്കേറ്റ് ഓണർഷിപ്പ് ആൻഡ് ക്യാൻ റീപ്ലേസ് എ നൗൺ ഫ്രേസ്. പൊസസീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ അത് ഓണർഷിപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. ഓണർഷിപ്പിന് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ എനിക്ക് എന്ത് ചെയ്യാം? പൊസസീവ് പ്രൊനൗൺ യൂസ് ചെയ്യാം. ഉദാഹരണം, ഇപ്പൊ ഞാൻ പറയാണ് എൻ്റെ പേനയാണിത്. അപ്പൊ ഞാൻ പറയും ഇത് മൈ പെൻ. അപ്പൊ എൻ്റെ എന്ന് പറയാനാണ് മൈ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ പറയുന്നു അവന്റെ ബൈക്കാണിത് എന്ന് പറയുമ്പോൾ അവന്റെ അതാണ് പൊസസീവ് പ്രൊനൗൺ. അപ്പോൾ ഓണർഷിപ്പിനെ സൂചിപ്പിക്കാൻ എൻ്റെ, അവന്റെ, അവളുടെ, അതിൻ്റെ, ഇതിൻ്റെ, അല്ലെങ്കിൽ അവരുടെ, ഞങ്ങളുടെ, നിങ്ങളുടെ എന്നൊക്കെ പറയാൻ യൂസ് ചെയ്യുന്നതാണ് പൊസസീവ് പ്രൊനൗൺ. ഇത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു നൗൺ ഫ്രേസിനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ദിസ് ടാബ്ലറ്റ് ഇസ് മൈൻ എന്ന് പറയുന്നതിന് പകരമായിട്ട് എന്ത് ഉപയോഗിക്കാം? മൈ ടാബ്ലറ്റ് എന്ന് യൂസ് ചെയ്യാം. അല്ലെ? ആ ഒരു പൊസസീവ് പ്രൊനൗൺ അങ്ങോട്ടങ്ങ് ഒഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഒരു നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ നൗണിന്റെ കൂട്ടത്തെയാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് നൗണിനെയാണ് നമ്മൾ എന്ത് പറയാ? നൗൺ ഫ്രേസ്. ഇപ്പൊ മൈൻ എന്നതിന് പകരം മൈ ടാബ്ലറ്റ് എന്ന് പറയാൻ കഴിയും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ഏരിയ കൃത്യമായിട്ട് പഠിക്കുക. ഏതൊക്കെയാണ് പൊസസീവ് പ്രൊനൗൺ? ഒന്ന് മൈൻ, എന്റേത്. ദിസ് ടാബ്ലറ്റ് ഈസ് മൈൻ. അപ്പൊ പൊസസീവ് പ്രൊനൗണിന് ശേഷം എന്ത് വേണ്ട? ഒരു നൗൺ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ അർത്ഥം പൂർത്തിയാക്കാൻ ഒരു നൗണിന്റെ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. യുവേഴ്സ്, നിങ്ങളുടേത്. ആർ ദീസ് ഷൂസ് യുവേഴ്സ്? ഈ ഷൂ നിങ്ങളുടേതാണോ? അപ്പൊ യുവേഴ്സ്. കണ്ടില്ലേ? ഇവകൾക്ക് ശേഷം
ആ ഒരു മീനിങ് കംപ്ലീറ്റ് ചെയ്യാൻ ആരുടെ ആവശ്യമില്ല? ഒരു നൗണിന്റെ ആവശ്യമില്ല. നേരെ മറിച്ച് മൈ വന്നു കഴിഞ്ഞാൽ മൈ ടാബ്ലറ്റ് എന്ന് പറയണം, യുവർ ഷൂസ് എന്ന് പറയണം. അവിടെയൊക്കെ എന്തിന്റെ ആവശ്യമുണ്ട്? നൗണിന്റെ ആവശ്യമുണ്ട്. അത് വേറെയാണ്. അപ്പൊ പൊസസീവ് പ്രൊനൗൺ, പേര് ശ്രദ്ധിക്കുക. പൊസസീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ മീനിങ് കംപ്ലീറ്റ് ചെയ്യാൻ അതിനുശേഷം ഒരു നൗൺ ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പൊ മൈൻ എന്ന് പറഞ്ഞാൽ എന്റേത്, യുവേഴ്സ് നിങ്ങളുടേത്, ഹിസ് അവന്റേത്, ദാറ്റ് ബാക്ക് പാക്ക് ഇസ് ഹിസ്. ആ ഒരു ബാക്ക് പാക്ക് അഥവാ ആ ഒരു ബാഗ്, പുറകിലേക്ക് വലിച്ചു കിട്ടുന്ന ബാഗിനെയാണ് ബാക്ക് പാക്ക് എന്ന് പറയുന്നത്. അത് അവന്റേതാണ്, ഹിസ് അവന്റേതാണ്. ഹേഴ്സ്, ശ്രദ്ധിക്കുക, HERS ഉണ്ട് കേട്ടോ. ഹെർ അല്ല, ഹേഴ്സ് ആണ്, HERS, ഹേഴ്സ്. ദ റെഡ് ജാക്കറ്റ് ഈസ് ഹേഴ്സ്. ആ ഒരു റെഡ് ജാക്കറ്റ് അവളുടേതാണ്. ഇറ്റ്സ്, അതിൻ്റേത്. ദ ഡോഗ് വാഗ് ഇറ്റ്സ് ടൈൽ. നായ എന്ത് ചെയ്തു? അതിൻ്റെ ടെയില് ആട്ടുന്നു, വാലാട്ടുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇറ്റ്സ്, അതിൻ്റേതായിട്ടുള്ള ടെയില്. ഇവിടെ ഇറ്റ്സ് വരുമ്പോൾ മാത്രമാണ് ഒരു അപവാദം വരുന്നത്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞതിനോടൊരു അപവാദം വരുന്നത്. അഥവാ ഇറ്റ്സ് വരുമ്പോൾ മിക്കവാറും ഒരു നൗൺ കൂടെ വരും. അപ്പൊ ഇറ്റ്സിനെ ഒന്ന് ശ്രദ്ധിക്കുക. ഇറ്റ്സ് വരുമ്പോൾ ഒരു നൗണും കൂടി കയറി വരാറുണ്ട്. അത് ഇറ്റ്സിന് വേണ്ടി മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണ്. നേരത്തെ ആദ്യത്തെ ഒരു ചോദ്യം തന്നില്ലേ, അവിടെയും ഇറ്റ്സിന്റെ കൂടെ ഒരു നൗൺ കയറി വരുന്നുണ്ട്. അവേഴ്സ്, ദിസ് ഗാർഡൻ ഈസ് അവേഴ്സ്. ഈ ഒരു ഗാർഡൻ ഞങ്ങളുടേതാണ്. സോ അവേഴ്സ്, എസ് കണ്ടില്ലേ, അവേഴ്സ്. അവർ എന്നല്ല, അവേഴ്സ്. അവർ എന്നല്ല, അവേഴ്സ് ആണ് കേട്ടോ, ഞങ്ങളുടേതാണ്. ദയേഴ്സ്, അവരുടേത്. ദോസ് സീറ്റ്സ് ആർ ദയേഴ്സ്. ആ ഇരിപ്പിടങ്ങൾ, ആ സീറ്റുകൾ അവരുടേതാണ്. ദയേഴ്സ് അല്ലെ, ദയേഴ്സ് എന്നാണ് കേട്ടോ, ദയേഴ്സ്. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പൊസസീവ് പ്രൊനൗണിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങോട്ട് നോക്കൂ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഐ എന്നതിന്റെ പൊസസീവ് നൗൺ മൈൻ ആണ് അല്ലെ, മൈൻ എന്നുള്ളതാണ്. ഹി എന്നതിന്റെ ഹിസ് ആണ്. യു എന്നതിന്റെ യുവേഴ്സ് ആണ്. അപ്പൊ ഇതിൽ ഐക്ക് മാത്രമാണ് അവസാനം എസ് ഇല്ലാത്ത ഒരു പൊസസീവ് പ്രൊനൗൺ ഉള്ളത്. ഐയുടേത് മൈൻ ആണ്. ബാക്കി എല്ലാത്തിന്റെയും അവസാനം ഒരു എസ് ഉണ്ട് അല്ലെ. യു യുവേഴ്സ്, ഹി ഹിസ്, ഷീ ഹേഴ്സ്, ഇറ്റ് ഇറ്റ്സ്, വി അവേഴ്സ്, യു യുവേഴ്സ്, ദേ ദയേഴ്സ്. ബാക്കി എല്ലാത്തിനും അവസാനം ഒരു എസ് ഉണ്ട് കേട്ടോ. അത് ഓർത്തിരിക്കുക. പൊസസീവ് പ്രൊനൗണിൽ കേട്ടോ, പൊസസീവ് പ്രൊനൗണിൽ ഐ ഒഴികെ ഉള്ളതിൽ എല്ലാത്തിലും അവസാനം എന്ത് വരുന്നുണ്ട്? ഒരു എസ് കൂടി വരുന്നുണ്ട്. ഇനി നിങ്ങൾക്കൊരു സംശയം തോന്നും, മൈ എന്നുള്ളത് പൊസസീവ് പ്രൊനൗൺ അല്ലേ എന്നൊരു സംശയം തോന്നും അല്ലെ. മൈ എന്നുള്ളത് പൊസസീവ് പ്രൊനൗൺ അല്ല, അതൊരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. എന്താണ് അഡ്ജക്റ്റീവ്സ്? അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു നാമത്തെ വിശേഷിപ്പിക്കാൻ വരുന്നതാണ്. ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു നാമത്തെ, ഒരു നൗണിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൊസസീവ് അഡ്ജക്റ്റീവ് ആകണമെങ്കിൽ അവിടെ ഒരു നൗൺ വേണം അല്ലെ. ആ നൗണിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പൊസസീവ് അഡ്ജക്റ്റീവ് വരുന്നത്. അപ്പൊ മൈ എന്ന് പറയുന്നത് ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. അത് എന്തിനെയാണോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ ഒരു നൗൺ കൂടി അതിന്റെ കൂടെ വരണം എന്നാണ്. അപ്പൊ മൈ എന്നുള്ളത് മാത്രമായിട്ട് പറയാൻ പാടില്ല, അതിനെ വിശദീകരിക്കുന്ന ആ ഒരു നൗൺ കൂടി വരണം. മൈ പെൻ, യുവർ ബുക്ക്, ഹിസ് ബൈക്ക്, ഹെർ കാർ, ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ അല്ല. അപ്പൊ പൊസസീവ് അഡ്ജക്റ്റീവും പൊസസീവ് പ്രൊനൗണും തമ്മിലുള്ള വ്യത്യാസം, പൊസസീവ് പ്രൊനൗണിന് ശേഷം ഒരു നൗൺ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആണ് എങ്കിൽ അതിനുശേഷം ഒരു നൗണ് കൊടുക്കണം. മൈ നെയിം ഈസ് ഓർത്തിരുന്നാൽ മതി. മൈ നെയിം ഈസ്, അവിടെ മൈ എന്ന് മാത്രം പറഞ്ഞാൽ അർത്ഥം പൂർത്തിയാകില്ല. മൈ നെയിം, എൻ്റെ പേര് എന്ന് തന്നെ പറയണം. അപ്പോൾ മൈ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, അവർ, യുവർ, ദെയർ, ഇത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് ആണ്. അതെന്തല്ല, പ്രൊനൗൺ അല്ല. പൊസസീവ് പ്രൊനൗൺ ആണ് എങ്കിൽ അവസാനം ഒരു എസ് ഉണ്ടാകും എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ പൊസസീവ് അഡ്ജക്റ്റീവ് മൈ ആണ്. അത് പൊസസീവ് പ്രൊനൗൺ ആയിട്ട് വരുന്നത് മൈൻ ആണ്. പൊസസീവ് അഡ്ജക്റ്റീവ് യുവർ ആണ്, നിന്റെ അല്ലെ.
ഇവിടെ പ്രൊനൗൺ ആകുമ്പോൾ ഒരു എസ് ഉണ്ടാകും, യുവേഴ്സ്. ഹിസ് പൊസസീവ് പ്രൊനൗൺ ആയാലും അഡ്ജക്റ്റീവ് ആയാലും ഒരേപോലെയാണ്, ഹിസ് ഒരേപോലെയാണ്. ദെൻ ഹെർ, ഹെർസ്, ഹെർ, ഹേഴ്സ്. അപ്പോൾ ഇവിടെ ഹെർ എന്നതിൽ അവസാനം എസ് ഇല്ല, എന്നാൽ പൊസസീവ് പ്രൊനൗൺ ആകുന്ന സമയത്ത് അവസാനം എസ് കൊടുക്കുന്നു. ഇറ്റ്സ് എന്നുള്ളത് ഒരേപോലെയാണ് കേട്ടോ. ഇറ്റ്സ് എന്ന് പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആയാലും പ്രൊനൗൺ ആയാലും ഒരേപോലെയാണ്. സാധാരണഗതിയിൽ നമ്മൾ പറയാറ് പൊസസീവ് പ്രൊനൗണിൽ ഇറ്റ്സ് ഉപയോഗിക്കേണ്ട, പൊസസീവ് ഇറ്റിന് എന്തില്ല, പൊസസീവ് പ്രൊനൗൺ ഇല്ല എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ എക്സാമ്പിളായിട്ട് നമ്മൾ എക്സാമിനടക്കം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് പൊസസീവ് പ്രൊനൗൺ എന്ന രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. ദെൻ അവർ, അവേഴ്സ്, യുവർ, യുവേഴ്സ്, എല്ലാത്തിലും അവസാനം എസ് ചേർക്കുക. അവസാനം എസ് ഉള്ളത് പൊസസീവ് പ്രൊനൗൺ കേട്ടോ, പൊസസീവ് പ്രൊനൗൺ. മൈ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, അവർ, യുവർ, ദെയർ. ഇത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് എന്ന് പഠിച്ച് വെക്കുക, മാറിപ്പോകരുത്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് റിഫ്ലക്സീവ് പ്രൊനൗൺ ആണ്. റിഫ്ലക്സീവ് പ്രൊനൗൺ, ഒരു കാര്യം റിഫ്ലക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം റിഫ്ലക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു പ്രതിബിംബം കാണിക്കും അല്ലേ? നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രതിബിംബം അവിടെ കാണാൻ കഴിയും അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഉണ്ടാകും, നമ്മുടെ ഒരു പ്രതിബിംബം അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് റിഫ്ലക്സീവ് പ്രൊനൗൺ. നമ്മൾ ആദ്യം ഒരു നൗണിനെ പറയുന്നു, ആ നൗണിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ തന്നെയാണത് ചെയ്തത്, ഇപ്പോൾ ഞാൻ തന്നെയാണ് ആ പ്രവൃത്തി ചെയ്തത് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് തന്നെയാണ്. അല്ലെങ്കിൽ അവൻ അവനെയാണ് കുറ്റപ്പെടുത്തുന്നത്, അവൻ അവനെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. അപ്പൊ അവൻ അവനെ കുറ്റപ്പെടുത്തുക എന്ന രീതിയിൽ അവൻ സ്വയം കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവൻ അവനെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് ആ ഒരു പ്രൊനൗണിനെ ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി, ഒന്ന് റിഫ്ലക്സ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു സെന്റൻസിൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒന്നായി വരുമ്പോൾ, അഥവാ പ്രവൃത്തി ചെയ്ത ആളും ഒന്ന് തന്നെയാണ്, പ്രവൃത്തി സംഭവിച്ചതും അയാളുടെ മേലാണ്. അപ്പൊ ഞാൻ എന്നെ കുറ്റപ്പെടുത്തി, അപ്പൊ ഞാനാണ് കുറ്റപ്പെടുത്തിയത്. കുറ്റപ്പെടുത്തുക എന്നുള്ള പ്രവൃത്തി സംഭവിച്ചത് എന്നിൽ നിന്നാണ്. അത് ആരുടെ മേലാ സംഭവിച്ചത്? എൻ്റെ മേൽ തന്നെയാണ് അല്ലെ? ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തി, അവൻ അവനെ തന്നെ അടിച്ചു, അവൻ അവനെ തന്നെ പഴിച്ചു, അവർ അവരെ തന്നെ തോൽപ്പിച്ചു. അപ്പൊ ഒരു സെന്റൻസിൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആകുന്ന സമയത്ത് അവിടെ റിഫ്ലക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്യുന്നു. So reflexive pronouns are used when the subject and object of a verb are the same. ഒരു സെന്റൻസിലെ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആകുന്ന സമയത്ത് നമ്മൾ റിഫ്ലക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്യും. They can be used as direct objects, indirect objects or objects of a preposition. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ഒബ്ജക്റ്റോ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റോ പ്രിപ്പോസിഷൻ ആയിട്ടുള്ള ഒബ്ജക്റ്റോ യൂസ് ചെയ്യാം. അതിൽ കുഴപ്പം ഒന്നും ഇല്ല. So reflexive pronouns can also be used with another noun or pronoun to emphasize a person or thing, which is called intensive pronoun. നമ്മൾ അത് അധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അത്രയും ഡെപ്തിലേക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. റിഫ്ലെക്സീവ് പ്രൊനൗണിനെ നമുക്ക് ഇന്റൻസീവ് പ്രൊനൗൺ എന്ന രീതിയിലും പേര് പറയാറുണ്ട്. റിഫ്ലെക്സീവ് പ്രൊനൗണിന്റെ മറ്റൊരു പേരാണ് ഇന്റൻസീവ് പ്രൊനൗൺ. അതിന് കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ can also be used with another noun or pronoun to emphasize a person or thing. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ ഒന്ന് ഉറപ്പിച്ച് പറയാൻ, ഒരു സംഭവത്തെ ഒന്ന് എംഫസൈസ് ചെയ്ത് പറയാൻ, ഒന്ന് ഉറപ്പിച്ച് പറയാനും റിഫ്ലെക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ തന്നെയാണ് അത് ചെയ്തത് എന്ന് പറയാനും. അപ്പൊ അവിടെ ആര് ആകണമെന്നില്ല, അവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആകണമെന്നില്ല. പക്ഷേ അവിടെ ഞാൻ തന്നെയാണ് ഒരു പ്രവൃത്തി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ എക്സാമ്പിൾ നോക്കൂ, ഐ മൈസെൽഫ് റോട്ട് ദ കോഡ്. ഞാൻ തന്നെയാണ് കോഡ് എഴുതിയത്, ഞാൻ തന്നെയാണ് കോഡ് എഴുതിയത് എന്ന രീതിയിലും പറയാറുണ്ട്. അപ്പൊ റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് ഒരു സെന്റൻസിലെ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആയിരിക്കുന്ന സമയത്ത് അതിനെ നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറയാറുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ ആ ഒരു പ്രവൃത്തി ചെയ്തത് അവൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടി, അല്ലെ, ഞാൻ തന്നെയാണ് അത് എഴുതിയത്, ഐ മൈസെൽഫ് റോട്ട് ദ കോഡ്, ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ആ കോഡ് എഴുതിയത്. അവിടെ ഞാൻ ആ കോഡ് എഴുതി എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ആ കോഡ് ഞാൻ വേറെ ആരെ കൊണ്ടും ചെയ്യിപ്പിച്ചിട്ടില്ല, ഞാൻ തന്നെയാണ് ചെയ്തത് എന്ന് ഉറപ്പിച്ച് പറയുന്നതിനാണ് ഐ മൈസെൽഫ് റോട്ട് ദ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ റിഫ്ലെക്സീവ് പ്രൊനൗണിന് ആ സമയത്ത് നമ്മൾ ഇന്റൻസീവ് പ്രൊനൗൺ എന്നോ അല്ലെങ്കിൽ എംഫറ്റിക് പ്രൊനൗൺ എന്നൊക്കെയോ പറയാറുണ്ട്. അപ്പൊ റിഫ്ലെക്സീവ് പ്രൊനൗണിന് രണ്ട് ഉപയോഗമുണ്ട്.
ഒന്ന്, ഇതിൽ ആദ്യത്തേതാണ് നമ്മൾ മെയിൻ ആയിട്ട് സ്ട്രെസ് ചെയ്യേണ്ടത്. ഒരു സെന്റൻസിൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആയിരുന്നാൽ അതിനെ റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറയും. രണ്ട്, ഒരു സെന്റൻസിൽ ആ ഒരു പ്രവൃത്തി ചെയ്തത് ആ ഒരാൾ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടി, എംഫസൈസ് എ പേഴ്സൺ ഓർ തിങ്, ഒരു പ്രവൃത്തി ചെയ്തത് ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെന്ന് ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടിയും നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്യാറുണ്ട്. ആ സമയത്ത് അതിന്റെ പേര് ജസ്റ്റ് ഒന്ന് മാറും. ഇന്റൻസീവ് പ്രൊനൗൺ എന്നോ എംഫതറ്റിക് പ്രൊനൗൺ എന്നോ അവിടെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? ഇനി റിഫ്ലെക്സീവ് പ്രൊനൗൺ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ ശ്രദ്ധിച്ചോളൂ. റിഫ്ലെക്സീവ് പ്രൊനൗൺ മേക്ക് ചെയ്യുന്നത് നമ്മുടെ ഉദാഹരണങ്ങളിലെല്ലാം റിഫ്ലെക്സീവ് പ്രൊനൗണിലെല്ലാം അവസാനം സെൽഫ് ഉണ്ടാവും. സെൽഫ് അല്ലേ? അതെവിടെയാണോ? പൊസസീവ് അഡ്ജക്റ്റീവ് ഉണ്ടല്ലോ, പൊസസീവ് അഡ്ജക്റ്റീവ്, മൈ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ് എന്നൊക്കെ പറയുന്ന പൊസസീവ് അഡ്ജക്റ്റീവിന് ശേഷം ഒരു സെൽഫ് ചേർത്ത് കൊടുക്കാം. ഇവിടെ മൈ അല്ലേ? ഇവിടെ മൈ, അപ്പൊ മൈ സെൽഫ്, യുവർ സെൽഫ്. അപ്പൊ റിഫ്ലെക്സീവ് പ്രൊനൗണിന്റെ അവസാനം ആ ഒരു പ്രൊനൗൺ സിംഗുലർ ആണെങ്കിൽ സെൽഫ് എന്നും പ്ലൂറൽ ആണെങ്കിൽ സെൽഫ്സ് എന്നും ഉണ്ടാകും. പ്ലൂറൽ സെൽഫ്സ് ആണ്. അപ്പൊ റിഫ്ലെക്സീവ് പ്രൊനൗണിന്റെ അവസാനത്തിൽ ഒരു സെൽഫ് അല്ലെങ്കിൽ സെൽഫ്സ് ഉണ്ടാകും. ഇപ്പൊ മൈ സെൽഫ്, യുവർ സെൽഫ്, ഹെർ സെൽഫ്. ദേ ആവുമ്പോ ദം സെൽഫ് എന്നല്ല, ദം സെൽഫ്സ്. അവർ സെൽഫ്സ്. പ്ലൂറൽ ആണെങ്കിൽ സെൽഫ്സും, സിംഗുലർ ആണ് എങ്കിൽ സെൽഫുമാണ് ചേർക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് എക്സാമ്പിളിലേക്ക് വരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആകും. മൈ സെൽഫ്, കണ്ടില്ലേ? മൈ സെൽഫ് സിംഗുലർ ആയതുകൊണ്ടാണ് മൈക്കിപ്പുറം സെൽഫ് ചേർത്ത് കൊടുത്തത്. ഐ കട്ട് മൈ സെൽഫ്, ഞാൻ സ്വയം മുറിച്ചു. അപ്പൊ ഇവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആണ്. ഐ കട്ട്, ഞാനാണ് മുറിച്ചത് എന്നെയാണ്. വെൻ ഐ വാസ് മേക്കിംഗ് ഡിന്നർ ലാസ്റ്റ് നൈറ്റ്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലോ ഞാൻ ഡിന്നർ ഉണ്ടാക്കുന്നതിനിടയിൽ എൻ്റെ കൈ ഞാൻ തന്നെ അറിയാതെ മുറിച്ചു പോയി അല്ലേ? കൈ അറിയാതെ മുറിഞ്ഞു പോയി. അതാണ് ഐ കട്ട് മൈ സെൽഫ്. ദെൻ യുവർ സെൽഫ്. അപ്പൊ ഇവിടെ യുവർ വരുന്ന സമയത്ത് യുവർ സെൽഫ് എന്നും പറയാം, യുവർ സെൽഫ്സ് എന്നും പറയാം. കാരണം യുവറിന് നമ്മൾ സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ സെന്റൻസ് സിംഗുലർ ആണെങ്കിൽ യുവർ സെൽഫ് എന്ന് യൂസ് ചെയ്യാം, പ്ലൂറൽ ആണെങ്കിൽ യുവർ സെൽഫ് എന്ന് യൂസ് ചെയ്യാം. ഇഫ് യു ആർ ഹാംഗ്രി, നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ മേക്ക് യുവർ സെൽഫ് എ സാൻഡ്വിച്ച്. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? സാൻഡ്വിച്ച് ഉണ്ടാക്കിക്കോളൂ. നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കിക്കോളൂ എന്നാണ് പറയാ. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ സ്വന്തമായിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കിക്കൊള്ളുക. അപ്പൊ അവിടെ യുവർ സെൽഫ് എന്ന് വന്നു. ദെൻ ഹെർ സെൽഫ്, ഇതെല്ലാം സിംഗുലർ ആയതാണ് സെൽഫ് എന്നത്. ജെസിക്ക വാസ് പ്രിപ്പയറിംഗ് ഹെർസെൽഫ് ഫോർ ദ ചാമ്പ്യൻഷിപ്പിലേക്ക് വേണ്ടി, ചാമ്പ്യൻ ആകുന്നതിന് വേണ്ടി ജെസിക്ക സ്വയം തയ്യാറാവുകയാണ് അല്ലെ? മറ്റാരും തയ്യാറാക്കുന്നില്ല, അവൾ സ്വയം പ്രിപ്പയർ ചെയ്യാണ്. ജെസിക്ക വാസ് പ്രിപ്പയറിംഗ് ഹെർസെൽഫ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു? ഹെർസെൽഫ് പറയേണ്ട ആവശ്യമില്ല. ജെസിക്ക വാസ് പ്രിപ്പയറിംഗ് ഫോർ ദ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അവൾ ആരുടെ സഹായം ഇല്ല, അവൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാണ് എന്നത് ഒന്ന് സ്ട്രെസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഹെർ സെൽഫ് എന്ന് ഉപയോഗിച്ചത്. അപ്പൊ ഒന്നെങ്കിൽ സബ്ജക്റ്റോ ഒബ്ജക്റ്റോ സെയിം ആകാം, അല്ലെങ്കിൽ ആ പ്രവൃത്തി അവൻ തന്നെയാണ് ചെയ്യുന്നത് എന്ന് സ്ട്രെസ് ചെയ്യുന്നതിന് വേണ്ടിയും നമുക്ക് റിഫ്ലെക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ എക്സാമ്പിളിലും മൂന്നാമത്തെ എക്സാമ്പിളിലും ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ദെൻ ഹിംസെൽഫ്, ഒലിവർ ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ്. ഒലിവർ എന്ത് ചെയ്തു? അവരെ തന്നെ പരിചയപ്പെടുത്തി. അപ്പൊ പരിചയപ്പെടുത്തിയത് ഒലിവർ ആണ്, പരിചയപ്പെടുത്തിയത് അവനെ തന്നെയാണ്. അപ്പൊ ഇൻട്രൊഡ്യൂസ്, സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആയിട്ട് വന്നു. അപ്പൊ ഹിംസെൽഫ്. ദെൻ ദംസെൽഫ്, ദം എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ടാണ് സെൽഫ്സ് എന്ന് വന്നത്. When the teacher said everyone passed the test, the students gave themselves a round of applause. ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് പറയാണ്, നിങ്ങൾ എല്ലാവരും എക്സാമിന് പാസ്സായിട്ടുണ്ട്. ഉടനെ തന്നെ കുട്ടികൾ അവർക്ക് വേണ്ടി തന്നെ ഒരു അപ്ലോസ്, ഒരു കയ്യടി കൊടുത്തു കേട്ടോ. ദംസെൽഫ്, അവർക്ക് വേണ്ടി തന്നെ ദംസെൽഫ്. അപ്പോ ഞാൻ എനിക്ക് വേണ്ടി തന്നെ, നിങ്ങൾ നിങ്ങൾക്ക് തന്നെ, അവൻ അവന് തന്നെ, അവൾ അവൾക്ക് തന്നെ, അവർക്ക് തന്നെ, അത് അതിന് തന്നെ എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യാനാണ് റിഫ്ലെക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. പഠിച്ചു വെക്കുക. ഇത് നമ്മുടെ SCRT തുല്യതാ പാഠപുസ്തകത്തില് +1 10ാം ക്ലാസ്സിലൊക്കെ എടുത്തു പഠിപ്പിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഞാൻ SCRT ഭാഗങ്ങൾ കംപ്ലീറ്റ് അഥവാ 1 മുതൽ +2 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും പഠിപ്പിച്ചിട്ടുള്ളതാണ്.
തുല്യതാ പരീക്ഷയിലും 10+1+2 ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഗ്രാമർ പോർഷൻ കണ്ടാൽ SCERT പാഠപുസ്തകത്തിലുള്ളതാണോ ഏത് ക്ലാസ്സിലുള്ളതാണെന്ന് കറക്റ്റ് അറിയാൻ കഴിയും. അതുകൊണ്ട് പറയുകയാണ്, ഈ പറഞ്ഞതെല്ലാം SCERT ഫാക്റ്റുകൾ കൂടിയാണ്. അതുകൊണ്ട് PSCയിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് പേഴ്സണൽ പ്രൊനൗൺ ആണ്, ഒരു സ്റ്റേറ്റ്മെന്റിൽ കാണുന്ന പേഴ്സണൽ പ്രൊനൗൺ ആണ്. ഇനി ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊനൗൺസ് ഉണ്ടാവും കേട്ടോ. സ്റ്റേറ്റ്മെന്റിൽ കാണുന്നത് എന്ന് പറയുമ്പോൾ അത് സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ വരുന്നു എന്ന അർത്ഥത്തിനാണ്. ഇനി ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊനൗൺസ് ഉണ്ട്. അതിന് നമ്മൾ പറയുന്നത് ഇന്ററോഗേറ്റീവ്. ഇന്ററോഗേറ്റീവ് എന്ന പേരിനർത്ഥം തന്നെ ചോദ്യം ചോദിക്കുന്നത് എന്നാണ്. അപ്പൊ ഇന്ററോഗേറ്റീവ് പ്രൊനൗൺസ് ആർ ആൾസോ നോൺ ആസ് WH വേർഡ്സ്. ഈ ഒരു പേരിലായിരിക്കും നിങ്ങൾക്ക് അറിയുന്നത്. WH ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ Wലോ Hലോ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വാചകങ്ങൾ, ചോദ്യവാചകങ്ങൾ, അതാണ് ഇന്ററോഗേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് യൂസിങ് ദീസ് ആർ കാൾഡ് WH ക്വസ്റ്റ്യൻസ്. അപ്പോൾ WHൽ ആരംഭിക്കുന്ന Wലോ Hലോ ആരംഭിക്കുന്ന പ്രൊനൗൺ ആണ് ഇന്ററോഗേറ്റീവ് പ്രൊനൗൺസ്. ഇത് ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടിയാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുക. അപ്പോൾ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി ഇതിനെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് കൂടി ആ ചോദ്യത്തെ കുറിച്ച് പറയാറുണ്ട് അല്ലെ. ചോദ്യങ്ങൾ രണ്ട് തരത്തിലാണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും ഉണ്ട്, WH ക്വസ്റ്റ്യൻസും ഉണ്ട്. WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ? WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ WH ക്വസ്റ്റ്യൻ വേർഡിലെ ഒന്നാമത്തത് അഥവാ ഇന്ററോഗേറ്റീവ് പ്രൊനൗൺ. ഇനി നിങ്ങൾ എന്ത് ചെയ്യാ പറയാ? ഇനി നിങ്ങൾ എന്താണ് പറയാനുള്ളത്? ഇന്ററോഗേറ്റീവ് പ്രൊനൗൺ എന്നാ പറയാറുണ്ട്. നിങ്ങളുടെ റേഞ്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ റേഞ്ച് ഈ ഒരു ക്ലാസ്സോട് കൂടി കൂടിയിട്ടുണ്ട്. അപ്പോൾ വാട്ട് എന്താണെന്ന് ചോദിച്ചാൽ WH ക്വസ്റ്റ്യൻ വേർഡ് എന്നല്ല, അത് ഇന്ററോഗേറ്റീവ് പ്രൊനൗൺ എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ വാട്ട് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു ആസ്ക് അബൌട്ട് എ തിങ് ഓർ ആനിമൽ ഫ്രം എ ലാർജ് ഓർ അൺലിമിറ്റഡ് നമ്പർ ഓഫ് ഓപ്ഷൻസ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നും ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് ചോദിക്കാൻ, ഒരു വസ്തുവിനെയോ ഒരു മൃഗത്തെയോ ഒരു ആളെ കുറിച്ചോ ചോദിക്കാൻ, ഏതാളാണ് അല്ലെ, എന്താണ് എന്നൊക്കെ ചോദിക്കാനാണ് വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് അതിന്റെ മീനിങ് അല്ലെ. അപ്പോൾ ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു വസ്തുവിനെ കുറിച്ചോ ചോദിക്കാനാണ് നമ്മൾ വാട്ട് യൂസ് ചെയ്യുക. അപ്പോൾ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് റോളിംഗ് സ്റ്റോൺസ് സോങ്? നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട റോളിംഗ് സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ ഒരു സോങ്ങിന്റെ പേരാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്ക് വേണമെങ്കിൽ പറയാം ഇളയരാജ സോങ്. ഇളയരാജയുടെ സോങ്ങിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? അപ്പോൾ ഒരു കൂട്ടം ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഏത് സോങ്ങും നിങ്ങൾക്ക് പറയാം അല്ലെ, ഏത് സോങ്. അപ്പൊ ഏത് ആളെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നും ചോദിക്കാം അല്ലെ. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ഓപ്ഷനിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇന്ററോഗേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ദെൻ വിച്ച് യൂസ്ഡ് ടു ആസ്ക് അബൌട്ട് എ തിങ് ഓർ ആനിമൽ ഫ്രം എ നാരോ റേഞ്ച് ഓഫ് ഓപ്ഷൻസ്. ഇവിടെ എന്തില്ല, ഒരുപാട് ഓപ്ഷൻസ് ഇല്ല, ചുരുങ്ങിയ കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ. അപ്പൊ ചുരുങ്ങിയ ഓപ്ഷൻസിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യാനാണ് വിച്ച് യൂസ് ചെയ്യുന്നത്. വാട്ട് എന്തെന്നാണ്, വിച്ച് ഏതെന്നാണ് അല്ലെ. വാട്ട് ഇൻ മീനിങ് എന്ത്, വിച്ച് ഏത്. അപ്പോൾ വിച്ച് ഈസ് ജേക്സ് ഫേവറേറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. അല്ല, ജേക്ക് എന്ന് പറയുന്ന ആളുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നാരോ റേഞ്ച് ഓഫ് ഓപ്ഷൻസിൽ നിന്നും തിരഞ്ഞെടുക്കാനാണ് വിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി വലിയ ചോദ്യമാണ് എങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ റേഞ്ചിലുള്ള ഉത്തരം വരുന്ന രീതിയിലുള്ള ചോദ്യമാണെങ്കിൽ നമ്മൾ വാട്ട് യൂസ് ചെയ്യുന്നു. ഇനി വലുതല്ല, കുറച്ച് ഓപ്ഷൻസ് മാത്രമുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് എങ്കിൽ അവിടെ വിച്ച് യൂസ് ചെയ്യുന്നു കേട്ടോ, വിച്ച് യൂസ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അപ്പോൾ വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്, വിച്ച് എന്ന് പറഞ്ഞാൽ ഏത്. ദെൻ ഹൂ എന്ന് പറഞ്ഞാൽ ആര്, ഒരു വ്യക്തിയെ കുറിച്ച് ചോദിക്കാനാണ് ഹൂ യൂസ് ചെയ്യുക. യൂസ്ഡ് ടു ആസ്ക് അബൌട്ട് എ പേഴ്സൺ. അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഇവിടെ എല്ലാം ആനിമൽ എന്നാ പറഞ്ഞത് അല്ലേ. അപ്പൊ മനുഷ്യരെ കുറിച്ച് ചോദിക്കാൻ നമ്മൾ വാട്ടും വിച്ചും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഒരു വ്യക്തിയെ സൂചിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൂ ആണ്. അപ്പൊ വാട്ടും വിച്ചും നമ്മൾ സാധാരണഗതിയിൽ വ്യക്തിയെ സൂചിപ്പിക്കാൻ യൂസ് ചെയ്യാറില്ല. അവിടെ ഒരു വസ്തുവിനെയോ ഒരു മൃഗത്തെയോ ഒരു ജീവിയെ കുറിച്ചോ ചോദിക്കാനാണ് വാട്ടും വിച്ചും യൂസ് ചെയ്യുക. വാട്ടാകുമ്പോൾ കുറച്ചുകൂടി വലിയ റേഞ്ചിലുള്ള ചോദ്യമായിരിക്കും, വിച്ചാകുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ഷോർട്ട് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഹൂ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ കുറിച്ച് ചോദിക്കാനാണ്. യൂസ്ഡ് ടു ആസ്ക് അബൌട്ട് എ പേഴ്സൺ ഹു പെർഫോംസ് ദ ആക്ഷൻ ഇൻ ദ ആൻസർ ഓർ ഇസ് ഡിസ്ക്രൈബ്ഡ്. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തത് ആര്, അതിനെക്കുറിച്ചുള്ള ചോദ്യമാണ് ഹൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹൂ ലിവ്സ് ഇൻ ദ ജിയൻ വിക്ടോറിയൻ മാൻഷൻ ഓൺ ദ ഹിൽ. ആ ഒരു കുന്നിന്റെ അപ്പുറത്തെ ആ ഒരു വലിയ വീടിൽ ജീവിക്കുന്നത് ആരാണ്, അപ്പൊ അവിടെ ജീവിക്കുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ കുറിച്ചുള്ള ചോദ്യമാണെങ്കിൽ ഹൂ, ഒരു വസ്തുവിനെയോ
ഒരു ജീവിയെ കുറിച്ചുള്ള ചോദ്യമാണെങ്കിൽ വാട്ടും ചോദിക്കാം, വിച്ചും ചോദിക്കാം. അത് തമ്മിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. നിങ്ങൾ അവിടെ കിടന്ന് കെട്ടി കുടുങ്ങരുത്. വാട്ടെന്ന് പറയുമ്പോൾ അതൊരു വലിയ ചോദ്യത്താണ്, വലിയൊരു ഓപ്ഷനിലേക്കുള്ള സൂചനയാണ്. വിച്ച് ആവുമ്പോൾ കുറച്ചുകൂടി നാരോ ആയിട്ടുള്ള ഓപ്ഷനാണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് ഹൂം ആണ്. ഹൂ എന്നുള്ളത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു, അഥവാ ആ ഒരു പ്രവൃത്തി ചെയ്ത വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഹൂം ആകുന്ന സമയത്ത് ഒരു വ്യക്തിയെ കുറിച്ചാണ് ഹൂം സൂചിപ്പിക്കുന്നത്. പക്ഷേ അവിടെ ആ ഒരു പ്രവൃത്തി ചെയ്ത വ്യക്തിയെ കുറിച്ചല്ല, മറിച്ച് ഒരു ആക്ഷൻ എഫക്റ്റ് ചെയ്തത്, ചുരുക്കി പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള ചോദ്യമാണ് ഹൂം. ഹൂ എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഹൂം ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള ചോദ്യമാണ്. യൂസ്ഡ് ടു ആസ്ക് അബൌട്ട് എ പേഴ്സൺ ഹു റിസീവ്സ് ദ ആക്ഷൻ ഇൻ ദ ആൻസർ. ഒരു ഉത്തരമുണ്ട്, ആ ഉത്തരത്തിലെ ഒബ്ജക്റ്റിലേക്ക് സൂചന നൽകുന്ന പ്രൊനൗൺ ആണ്. ഹൂം ഡിഡ് ടെറി ഇന്റർവ്യൂ ഓൺ ദ പോഡ്കാസ്റ്റ് ദിസ് വീക്ക്. ഈ ആഴ്ച പോഡ്കാസ്റ്റിലേക്ക് ടെറി ആരെയാണ് ഇന്റർവ്യൂ ചെയ്തത്? അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിനൊരു ഉത്തരം വരുമല്ലോ. ഈ ചോദ്യത്തിന് വരുന്ന ഉത്തരത്തിലെ ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള ചോദ്യമാണ് ഹൂം. ഒരു ഉത്തരത്തിലെ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ചോദ്യമാണ് ഹൂ. അപ്പോൾ ഹൂ എന്ന തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിലെ ആൻസർ അതിലെ സബ്ജക്റ്റ് ആണ്. ഹൂം എന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിനർത്ഥം ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്ന ആളാണ് അവിടുത്തെ ഒബ്ജക്റ്റ് എന്നാണ്. അപ്പോൾ ഹൂ സബ്ജക്റ്റിനെ കുറിക്കുന്നതും ഹൂം ഒബ്ജക്റ്റിനെ കുറിക്കുന്നതുമാണ്. ഓക്കെ അല്ലേ? ദെൻ ഹൂ സബ്ജക്റ്റിനെ കുറിക്കുന്നു, ഹൂം ഒബ്ജക്റ്റിനെ കുറിക്കുന്നു. ഹൂസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കുറിച്ച്, യൂസ്ഡ് ടു ആസ്ക് അബൌട്ട് എ പേഴ്സൺ, ഒരു വ്യക്തിയുടെ വിവരങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഉദാഹരണം, ദ റെഡ് ട്രാക്ക് ബ്ലോക്കിംഗ് മീ ഈസ് ഹൂസ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു വ്യക്തിയുടെ പൊസസീവിനെ അഥവാ ഓണർഷിപ്പിനെ സൂചിപ്പിക്കുന്ന ചോദ്യമാണ് ഹൂസ്. ആരുടേത്? ഹൂസ് എന്ന് പറയുമ്പോൾ ആരുടേത്. ദ റെഡ് ട്രാക്ക് ബ്ലോക്കിംഗ് മീ ഈസ് ഹൂസ്. ഞാൻ അല്ലെങ്കിൽ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു റെഡ് കളറിലുള്ള ട്രക്കില്ലേ, അത് ആരുടേതാണ്. അപ്പൊ പൊസസീവിനെ സൂചിപ്പിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ഹൂസ് ഉപയോഗിച്ച് ചോദിക്കും. അപ്പൊ ഹൂസ് ഉപയോഗിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഓണർഷിപ്പിലേക്കുള്ള ഒരു ചോദ്യമാണ്. കണ്ടില്ലേ, ഇവിടെ ആരുടേതാണ് ആ ഒരു ട്രക്ക്. അപ്പൊ നമ്മൾ പറയും ഹിസ് ട്രക്ക്, അവന്റെ ട്രക്കാണത് അല്ലെ, ഹിസ് ട്രക്ക് എന്ന് പറയും. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഒരു പൊസസീവ് ആയിരിക്കും. അപ്പൊ പൊസസീവ് ഉത്തരമായിട്ട് വരണമെങ്കിൽ ഹൂസ്, ഒബ്ജക്റ്റ് ഉത്തരമായിട്ട് വരണമെങ്കിൽ ഹൂം, ഇനി സബ്ജക്റ്റ് ഉത്തരമായിട്ട് വരണമെങ്കിൽ ഹൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് വരാം. റിലേറ്റീവ് പ്രൊനൗൺ. അടുത്തത് റിലേറ്റീവ് പ്രൊനൗൺ ആണ്. അപ്പോൾ ഇവിടെ റിലേറ്റീവ് പ്രൊനൗണും നമ്മുടെ നേരത്തെ പറഞ്ഞ ഇൻട്രോഗേറ്റീവ് പ്രൊനൗണും കാണാൻ രണ്ടും ഒരുപോലെ ഇരിക്കും. എന്നാൽ അവയുടെ ഉപയോഗത്തിലാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. ഹൂ അല്ലെങ്കിൽ വിച്ച്, ഹൂം, വെൻ, ഇതെല്ലാം റിലേറ്റീവ് പ്രൊനൗൺ ആണ്. അതേപോലെ അത് ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ആണ്. നമ്മളവിടെ ഇൻട്രോഗേറ്റീവ് പ്രൊനൗണിൽ എല്ലാം എടുത്തെടുത്ത് പറഞ്ഞിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് ഞാൻ ആ ഒരു പിക്ചറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഹൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നത് ഹൂ, ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നത് ഹൂം. ദെൻ ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നത് വ്യക്തിയല്ല വസ്തു, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നത് വിച്ച്. ദെൻ വൈ എന്ന കാരണത്തെക്കുറിച്ച് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് വൈ. എന്തുകൊണ്ട്? റെഫേഴ്സ് ടു റീസൺ. കാരണത്തെ സൂചിപ്പിക്കാൻ ചോദിക്കുന്നത് വൈ. ഇനി സമയത്തെ കുറിച്ച് ചോദിക്കാൻ യൂസ് ചെയ്യുന്നത് വെൻ, എപ്പോൾ അല്ലെ, എപ്പോൾ. ദെൻ സ്ഥലത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ എവിടെ, വെയർ, സ്ഥലത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വെയർ. ദെൻ പൊസഷനെ കുറിച്ച് സൂചിപ്പിക്കാൻ നമ്മൾ പറഞ്ഞു, പൊസഷനെ കുറിച്ച് സൂചിപ്പിക്കാൻ അഥവാ ഓണർഷിപ്പിനെ കുറിച്ച് സൂചിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൂസ് ആണ്, ഹൂസ്. ദെൻ ദാറ്റ് എന്ന് പറയുന്നത് ഇത് എന്തായിട്ട് യൂസ് ചെയ്യാറില്ല, ചോദ്യമായിട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ. ദാറ്റ് എന്നുള്ളത് ചോദ്യമായിട്ട് യൂസ് ചെയ്യാറില്ല, അത് റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പൊ ഈ പറഞ്ഞതിൽ ഹൂ, ഹൂം, വിച്ച്, വൈ, വെൻ, വെയർ, ഹൂസ്. ഇനി ഹൗ ഒക്കെ വരാറുണ്ട് കേട്ടോ. ഹൗ, എങ്ങനെ. അപ്പൊ അത് ഒരു കാര്യത്തിന്റെ ഡിസ്ക്രിപ്ഷനെ, വിവരണത്തെ സൂചിപ്പിക്കാനാണ് ഹൗ വരുന്നത്. അപ്പൊ പല തരത്തിലുള്ള ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ഉണ്ട്. ഇത് തന്നെ നമ്മൾ എന്തായിട്ടും യൂസ് ചെയ്യാറുണ്ട്, റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺസ് ക്യാൻ കോസ് ആംബിഗ്വിറ്റി ഇഫ് ദേ ആർ നോട്ട് പ്ലേസ്ഡ് ഡയറക്ട്ലി ആഫ്റ്റർ ദിയർ ആൻറ്റിസിഡന്റ്. അപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു സെന്റൻസിൽ ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നു.
അവയുടെ വിവരണത്തെ ആ സെന്റൻസുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ബന്ധിപ്പിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒരു സെന്റൻസിൽ ഒരു കംപ്ലീഷൻ ഉണ്ടാവില്ല. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഇവിടെ ദാറ്റ് എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആണ്. നമ്മൾ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാം റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ എന്നൊക്കെ അർത്ഥത്തിനാണ് അല്ലേ. യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് എ റെസ്ട്രിക്റ്റീവ് ക്ലോസ്. അപ്പൊ ഇനി അങ്ങോട്ടൊരു ക്ലോസ് വരാനുണ്ട് എന്നതിലേക്കുള്ള സൂചനയാണ് ദാറ്റ്. ഏതുപോലെ ദ ഹൗസസ് വീടുകൾ. എന്നിട്ട് ദാറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ദാറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം ഇനി ഒരു വിശദീകരണം വരാറുണ്ട്. ഈ ഒരു വിശദീകരണം അതൊരു ക്ലോസ് ആണ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റും പ്രെഡിക്കേറ്റും കൂടി ചേരുന്നതാണ് ഒരു ക്ലോസ്. ആ ഒരു ക്ലോസ് ഈ ഹൗസസിന്റെ വിശദീകരണമാണ്. ഓക്കെ അല്ലേ? റിലേറ്റീവ് പ്രൊനൗൺ അങ്ങനെയാണ് വരുന്നത്. ഒരു സെന്റൻസിന്റെ നടുക്ക് ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഉണ്ടാകും. ആ റിലേറ്റീവ് പ്രൊനൗൺ അതിന് തൊട്ട് മുന്നേ ഉള്ള സാധനം, അതാണ് ആന്റിസിഡന്റ് എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുന്നേ ഉള്ള നൗണിനെ വിശദീകരിക്കുന്നതായിരിക്കും. നോക്കിക്കോളൂ. യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് എ റെസ്ട്രിക്റ്റീവ് ക്ലോസ് ആസ് ഇൻ ദ ഹൗസസ് വീടുകൾ. ദാറ്റ് എന്തെന്നാൽ ഐ ലീവ്ഡ് ഇൻ പ്രീവിയസ്ലി, ഞാൻ മുന്നേ താമസിച്ചിരുന്ന വീട് അല്ലേ. ദ ഹൗസസ് വീടുകൾ എങ്ങനെയുള്ള വീടുകളാണ്? ദാറ്റ് ഐ ലിവ്ഡ് ഇൻ പ്രീവിയസ്ലി, ഞാൻ മുന്നേ താമസിച്ചിട്ടുള്ള വീടുകൾ. വെയർ ഓൾ ക്വൈറ്റ് സ്മോൾ, അതെല്ലാം വളരെ ചെറുതായിരുന്നു. സോ ഇവിടെ ദാറ്റ് എന്ന് പറയുന്ന ഒരു റിലേറ്റീവ് പ്രൊനൗൺ വന്നു. അതിനർത്ഥം ഇനി ശേഷം വരാൻ പോകുന്ന ആ ഒരു ക്ലോസ് ഈ ഹൗസിന്റെ വിശദീകരണമാണ്. അപ്പോൾ ദ ഹൗസസ് ദാറ്റ് ഐ ലിവ്ഡ് ഇൻ പ്രീവിയസ്ലി, ഞാൻ മുന്നേ താമസിച്ചിട്ടുള്ള വീടുകൾ, അത് വളരെ ചെറുതാണ്. അപ്പൊ ഇത് ഈ അഡീഷണൽ ആയിട്ട് ഒരു ക്ലോസ് വന്നിട്ടുണ്ട്. ഈ ഒരു ക്ലോസ് ഹൗസസ് എന്നതിന്റെ വിശദീകരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ വിച്ചിലേക്ക് വരാം. വിച്ച് യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് എ നോൺ റെസ്ട്രിക്റ്റീവ് ക്ലോസ്. ഇതൊരു നോൺ റെസ്ട്രിക്റ്റീവ് ക്ലോസിലേക്കുള്ള സൂചനയാണ്. അവിടെ നോൺ റെസ്ട്രിക്റ്റീവ് ക്ലോസ് എന്നതിലപ്പുറം നമുക്ക് പറയാം അത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ആനിമൽ, അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് കേട്ടോ. നോൺ റെസ്ട്രിക്റ്റീവ് ക്ലോസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഉദ്ദേശം തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു വസ്തു, ഒരു തിങ് കേട്ടോ. ആ ഒരു അർത്ഥത്തിനാണ് നോൺ റെസ്ട്രിക്റ്റീവ് ക്ലോസ് എന്ന് പറയുക. സോ മൈ പ്രീവിയസ് ഹൗസ്, എൻ്റെ പഴയ വീട്. വിച്ച് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള വീടാണ്? അപ്പോൾ ഈ ഒരു ഹൗസിന്റെ വിശദീകരണമാണ്. വിച്ച് വാസ് ക്വൈറ്റ് സ്മോൾ, അത് വളരെ ചെറുതാണ് എന്നർത്ഥം. അങ്ങനെ ഞാൻ താമസിച്ചിരുന്ന ആ പഴയ വീട് എങ്ങനെയുള്ള വളരെ ചെറിയ ആ ഒരു വീട്. വാസ് ഇൻ കോൺവെൻട്രി, അത് കോൺവെൻട്രി അല്ല കവൻട്രി. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ദെൻ അടുത്ത ഹൂ ആണ്. ഹൂ എന്ന് പറയുന്നത് ഫങ്ഷൻസ് ആസ് ദ സബ്ജക്ട് ഓഫ് ദ ക്ലോസ് ആസ് ഇൻ, അതൊരു സബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നത് അഥവാ സബ്ജക്റ്റിന്റെ വിശദീകരണമായിട്ട് വരുന്നതാണ് ഹൂ എന്ന് പറയുന്നത് സബ്ജക്റ്റിന്റെ വിശദീകരണമായിട്ട് വരുന്നു. വിച്ച് എന്ന് പറയുന്നത് ഒരു സെന്റൻസിലെ ആനിമൽ അല്ലെങ്കിൽ തിങ്, അവയുടെ ഒരു നോൺ റെസ്ട്രിക്റ്റീവ് ക്ലോസ് ആയിട്ട് വരുന്നത് അഥവാ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വരുന്നതാണ് വിച്ച്. ഹൂ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ഒരു സബ്ജക്റ്റ് ഉണ്ടാകും, ആ സബ്ജക്റ്റിന്റെ വിശദീകരണമായിട്ട് വരുന്നത്. പീപ്പിൾ ഹു സൈൻഡ് അപ്പ് ടു എ പാർട്ടിസിപ്പേറ്റ് വെയർ ആസ്ക്ഡ് ടു കംപ്ലീറ്റ് എ പ്രിലിമിനറി സർവേ. ആളുകൾ സബ്ജക്റ്റ് ആണ്, പിന്നെ ഹൂ പറഞ്ഞു. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിന്റെ വിശദീകരണമാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. ഹു സൈൻഡ് അപ്പ് ടു പാർട്ടിസിപ്പേറ്റ്, പങ്കെടുക്കാം എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച ആളുകൾ. വെയർ ആസ്ക്ഡ് ടു കംപ്ലീറ്റ് എ പ്രിലിമിനറി സർവേ, അവരൊരു സർവേയിൽ അല്ലെങ്കിൽ അവരൊരു സർവേ എന്ത് ചെയ്യണം? പൂർത്തിയാക്കണം. അപ്പൊ ഇവിടെ സബ്ജക്റ്റിന്റെ വിശദീകരണമാണ്. ഓക്കെ അല്ലേ? ദെൻ ഹൂം എന്ന് പറയുമ്പോൾ എന്തിന്റെ വിശദീകരണമായിരിക്കും? ഒബ്ജക്റ്റിന്റെ വിശദീകരണമായിരിക്കും. യൂസ്ഡ് ആസ് ആൻ ഒബ്ജക്ട് പ്രൊനൗൺ, അത് ഈ ഒബ്ജക്റ്റ് പ്രൊനൗണിന്റെ വിശദീകരണമായിട്ടാണ് യൂസ് ചെയ്യുക. ആസ് ഇൻ ഐ ഡോണ്ട് നോ ദ നെയിംസ് ഓഫ് മൈ അതർ നെയ്ബേഴ്സ്, എനിക്ക് എൻ്റെ മറ്റു അയൽവാസികളുടെ പേര് അറിയില്ല. അപ്പോൾ ഈ ഒരു സെന്റൻസിലെ നെയ്ബേഴ്സ് അതിൻ്റെ വിശദീകരണമാണ്. ഹൂം ഐ ഹാവ് നെവർ മെറ്റ്, ഞാൻ അവരെ ഒരിക്കലും കണ്ടിട്ടില്ല.
അല്ലെ, ഞാൻ അവരെ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ ഐ ഡോണ്ട് നോ ദ നെയിംസ് ഓഫ് ദ മൈ നെയ്ബേഴ്സ്. അപ്പോൾ ഇതൊരു ഒബ്ജക്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലെ. എനിക്കറിയില്ല, ആരെ അറിയില്ല? നെയ്ബേഴ്സിന്റെ പേരിനെ അറിയില്ല, നെയ്ബേഴ്സിന്റെ പേരിനെ അറിയില്ല. whom I have never met. അവരെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, അവരെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ ഒബ്ജക്റ്റിന്റെ വിശദീകരണമായിട്ട് വരുന്നതാണ് whom എന്ന് പറയുന്നത്. whoso അത് പൊസഷന്റെ വിശദീകരണമായിട്ട് വരുന്നതായിരിക്കും അല്ലെ. യൂസ്ഡ് ആസ് ദ പൊസസീവ് ഫോം ഓഫ് who, ആസ് ഇൻ ദിസ് ജോർജ്, ഈ ജോർജ്. ഹൂസ് ബ്രദർ, അപ്പൊ ജോർജിന്റെ പൊസഷനെ സൂചിപ്പിക്കുകയാണ്. ജോർജിന്റെ സഹോദരൻ വെന്റ് ടു സ്കൂൾ വിത്ത് മീ. അത് ജോർജിന്റെ സഹോദരൻ എന്നോടൊപ്പം സ്കൂളിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നോടൊപ്പം പഠിച്ചതാണ്. ദിസ് ഈസ് ജോർജ്, ഇത് ജോർജ് ആണ്, അങ്ങനെയാണ് കേട്ടോ, ഇത് ജോർജ് ആണ്. ഈ ജോർജിന്റെ സഹോദരൻ എന്നോടൊപ്പം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഹൂസ് എന്ന് പറയുന്നത് ജോർജിന്റെ പൊസഷനെ സൂചിപ്പിക്കാനാണ് അല്ലെ. ജോർജിന്റെ സഹോദരൻ, അപ്പൊ ജോർജിന്റെ, അപ്പൊ ആ ഒരു പൊസഷനെ സൂചിപ്പിക്കാനാണ് ഹൂസ് വരുന്നത്. ദെൻ ഹൂ എവർ, ആരെ തന്നെ ആയാലും അല്ലെ. ഹൂ എവർ, അതേപോലെ ഹൂം എവർ ഒക്കെ വരാറുണ്ട്. ഹൂ എവർ അല്ലെങ്കിൽ ഹൂം എവർ ആർ സംടൈംസ് കൺസിഡർ റിലേറ്റീവ് പ്രൊനൗൺസ്. ഇവയെ കുറിച്ച് നമ്മൾ ഹൂമൊക്കെ റിലേറ്റീവ് പ്രൊനൗൺ ആണെന്ന് നമ്മൾ പറയും. അതേപോലെ തന്നെ ഹൂ എവർ വന്നാലും ഹൂം എവർ വന്നാലും റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ടാണ് യൂസ് ചെയ്യുക. ആൻഡ് ദേ യൂഷ്വലി റെഫർ ടു എ പേഴ്സൺ ഇൻ എ മോർ ജനറൽ സെൻസ്. അപ്പോൾ ഹൂ എവർ ആയാലും ഹൂം എവർ ആയാലും അത് റിലേറ്റീവ് പ്രൊനൗൺ തന്നെയാണ്. അത് ഹൂവിനേക്കാൾ കുറച്ചുകൂടി ജനറൽ ആയിരിക്കും. ഹൂ എന്ന് പറയുമ്പോൾ ഒരാളെ മാത്രം, സ്പെസിഫൈ ചെയ്ത ഒരാളെ മാത്രമായിരിക്കും വിശദീകരിക്കുക. ഹൂ എവർ എന്ന് പറയുമ്പോൾ അത് ആര് തന്നെ ആയാലും, ഹൂം എവർ ആരെ തന്നെ ആയാലും എന്ന രീതിയിൽ കുറച്ചുകൂടി ബ്രോഡ് ആവും എന്നുള്ള ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. ക്ലിയർ ആയല്ലോ. ദെൻ അടുത്തത് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആണ്. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അല്ലെ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ. അപ്പോൾ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുമ്പോൾ അടുത്തുള്ളതും ഉണ്ടാകും, ദൂരെയുള്ളതും ഉണ്ടാകും. അടുത്തുള്ളത് സിംഗുലർ ഉണ്ടാകും, പ്ലൂറൽ ഉണ്ടാകും അല്ലെ. അപ്പൊ അടുത്തുള്ളതാണ് എങ്കിൽ അത് സിംഗുലർ ആണെങ്കിൽ ദിസ് ആണ് യൂസ് ചെയ്യുക. ഇവിടെ കണ്ടില്ലേ, ദിസ് ഈസ് ആൻ ഓറഞ്ച്. ഒരു ഓറഞ്ച് നമ്മുടെ അടുത്തിരിക്കുകയാണ്, അപ്പൊ നമ്മൾ പറയുന്നു ഇത് ഓറഞ്ച് ആണ്, ഇത് ഓറഞ്ച് ആണ്. അപ്പൊ അടുത്തുള്ള സിംഗുലറിനെ സൂചിപ്പിക്കാൻ ദിസ്. ഇനി ദൂരെയുള്ള സിംഗുലർ ആണെങ്കിൽ അത് ഓറഞ്ച് ആണ്, ദാറ്റ് ഈസ് ഓറഞ്ച്. അപ്പൊ അത് ദൂരെയാണുള്ളത്. ഇനി അടുത്തുള്ളത് പ്ലൂറൽ ആണ് എങ്കിൽ, അഥവാ ഒരുപാടെണ്ണം ഉണ്ട്, ഒന്നല്ല ഒരുപാടെണ്ണം ഉണ്ട്. അപ്പൊ ദിസ് എന്ന് പറയുമ്പോൾ ഒരെണ്ണേ ഉള്ളൂ, ദീസ് ആകുമ്പോൾ ഒന്നിലധികം ഉണ്ട്. ഇവ ഓറഞ്ചുകളാണ്. ഇനി ആ ഓറഞ്ച് ദൂരെയാണെങ്കിലോ അവ, ദോസ് ആർ ഓറഞ്ചസ്. അപ്പോൾ ദിസും ദാറ്റും സിംഗുലറിനെ സൂചിപ്പിക്കുന്നത്. ദിസ് അടുത്തുള്ളത്, ദാറ്റ് ദൂരെയുള്ളത്. അത് ഒരുപാടുണ്ടെങ്കിൽ ദീസ്. അപ്പൊ ഇവ. ദോസ് എന്ന് പറയുമ്പോൾ അകലെയുള്ളതാണ് അവ. ഓക്കെ അല്ലേ? So demonstrative pronouns can sometimes be interpreted as referring to multiple nouns or pronouns in the preceding sentence. To avoid this, it is important to make sure the antecedent is clear. So demonstrative pronoun എന്ന് പറയുന്നത് ഒരു നൗണിനെ അല്ലെങ്കിൽ പ്രൊനൗൺ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ. അപ്പോൾ ഇങ്ങനെ ഓറഞ്ച് എന്ന് പറയാതെ ദാറ്റ് തിങ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു കാര്യം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു സെന്റൻസിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ നേരിട്ട് പറയുമ്പോൾ ചൂണ്ടിക്കാണിച്ച് ദിസ് ദാറ്റ് എന്നൊക്കെ പറയാം. എന്നാൽ ഒരു പാരഗ്രാഫിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏതിലേക്കാണോ ചൂണ്ടിക്കാണിക്കുന്നത്, എവിടേക്കാണോ ചൂണ്ടിക്കാണിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശം വേണം കേട്ടോ. നമുക്ക് എന്തായാലും സെന്റൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അത് പ്രശ്നമല്ല. സോ ഇവിടെ ദിസ് എന്ന് പറയുമ്പോൾ അടുത്തുള്ളതാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സിംഗുലർ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ യൂസ്ഡ് ടു റെഫർ ടു സംതിങ് ദാറ്റ് ഈസ് നിയർ. ദിസ് ഈസ് മൈ ഫ്രണ്ട് ജമി. ഞാൻ അടുത്ത് നിർത്തിയിട്ട് പറയാണ്, ഇതാണ് എൻ്റെ സുഹൃത്ത് ജമി എന്ന് പറഞ്ഞാൽ ദിസ് അടുത്തുള്ള സിംഗുലറിനെ സൂചിപ്പിക്കാനാണ്. ഓക്കെ അല്ലേ? ഇത് നമുക്ക് ഒരു വേർബ് ചേർത്തും പറയാം. ദിസ് പ്ലേസ് മ്യൂസിക്. ഇത് മ്യൂസിക്കിനെ പ്ലേ ചെയ്യും. ഓക്കെ അല്ലേ? സോ ദിസ് സിംഗുലറിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ദിസ് വന്നാൽ ശേഷം ഈസ് വരണം, അല്ലെങ്കിൽ പ്ലേസ് എന്ന് വരണം. എന്ത് വരാൻ പാടില്ല? ആറ് വരാൻ പാടില്ല. കാരണം ആറ് വന്നാൽ പ്ലൂറലായി പോകും, അത് ശ്രദ്ധിക്കുക. ദിസിന്റെ പ്ലൂറലാണ് ദീസ്. സ്പെല്ലിംഗ് ഒക്കെ ശ്രദ്ധിക്കണം. ദീസ്. അപ്പൊ എ പ്ലൂറൽ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ യൂസ്ഡ് ടു റെഫർ ടു സംതിങ് ദാറ്റ് ഈസ് നിയർ. ഇത് പ്ലൂറലാണ്, അടുത്തുള്ളതിനെ സൂചിപ്പിക്കുന്ന പ്ലൂറൽ ആയിട്ടുള്ള ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആണ് ദീസ് എന്ന് പറയുന്നത്. ഐ ലൈക്ക് ഓൾ കൈൻഡ്സ് ഓഫ് ചോക്ലേറ്റ്സ്. എനിക്ക് എല്ലാ ചോക്ലേറ്റുകളും ഇഷ്ടമാണ്.
ബട്ട് ദീസ് ആർ മൈ ഫേവറേറ്റ്സ്. പക്ഷേ ഈ ചോക്ലേറ്റുകളാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യത്തിലേക്ക് സൂചന നൽകണമെങ്കിൽ അതിലേക്കുള്ള ഒരു ഹിന്റ് വേണം. അപ്പോൾ ഇവിടെ ദീസ് എന്ന് പറയാറുണ്ട്. ദീസ് ഇതിലേക്കുള്ള സൂചന, ചോക്ലേറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ഇവിടെ ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ അവിടെ ദീസ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഒരു ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യുന്ന സമയത്ത് അതിലേക്കുള്ള സൂചന കിട്ടണം, അപ്പോൾ ഐ ലൈക്ക് ഓൾ കൈൻഡ്സ് ഓഫ് ചോക്ലേറ്റ്സ്, എനിക്ക് എല്ലാ തരത്തിലുള്ള ചോക്ലേറ്റ്സും ഇഷ്ടമാണ്. പക്ഷെ ആ ചോക്ലേറ്റ് എനിക്ക്, ബട്ട് ദീസ് ആർ മൈ ഫേവറേറ്റ്സ്, പക്ഷെ ഇതെനിക്ക് വളരെയധികം ഫേവറേറ്റ് ആണ്. അപ്പോൾ ചോക്ലേറ്റിൽ നിന്ന് കുറച്ച് ഫേവറേറ്റ് ആണ്, ചോക്ലേറ്റിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഫേവറേറ്റ് ആണ് എന്ന സൂചന ഇവിടെ ചോക്ലേറ്റ്സ് കാണുമ്പോൾ കിട്ടും അല്ലെ. ചോക്ലേറ്റുകളിൽ നിന്നുള്ള ഫേവറേറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കിട്ടും. സോ ദീസ് പ്ലൂറലിനെ സൂചിപ്പിക്കുന്നതാണ്. ദെൻ ദീസ് പ്ലേ ഗെയിംസ്, ഇവ എന്ത് ചെയ്യാറുണ്ട്, ഗെയിംസ് കളിക്കാറുണ്ട്, ഇവർ ഗെയിംസ് കളിക്കാറുണ്ട്. സോ ഇവിടെ ദീസ് വന്നപ്പോൾ കണ്ടില്ലേ, ദീസ് വന്നപ്പോൾ ഇവിടെ ആറ് വന്നു, ഇവിടെ പ്ലേ എന്നാ വന്നത്. ഒരു വേർബിന്റെ അവസാനത്തിൽ എസ് വരുമ്പോൾ അത് സിംഗുലർ ആണ്, എസ് ഒഴിവാക്കിയാൽ അത് പ്ലൂറലാണ് അല്ലെ. അപ്പൊ ദീസ് പ്ലൂറൽ ആയതുകൊണ്ട് പ്ലേയും പ്ലൂറൽ ആയിട്ടുണ്ട്. ദെൻ അടുത്തത് ദാറ്റ് ആണ്. ദാറ്റ് എന്ന് പറയുമ്പോൾ ദൂരെയുള്ളതാണ് അല്ലെ. എ സിംഗുലർ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ യൂസ്ഡ് ടു റെഫർ ടു സംതിങ് ദാറ്റ് ഈസ് ഫാർ. ദൂരെയുള്ള സിംഗുലറിനെ സൂചിപ്പിക്കുന്നതാണ് ദാറ്റ്. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ് ടുമാറോ. അപ്പോൾ അവിടെ ദാറ്റ് ആണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്ന് തിരിച്ചറിയലാണ് കേട്ടോ, മനസ്സിലാക്കി പഠിക്കുക. ദാറ്റ് മ്യൂസിക് ഇസ് ലൗഡ്, ആ ഒരു സംഗീതം വളരെ ഉച്ചത്തിലാണ് ഇട്ടിരിക്കുന്നത്. ദെൻ ദോസ് എന്ന് പറയുമ്പോൾ അകലെയുള്ള പ്ലൂറലിനെ സൂചിപ്പിക്കുന്നതാണ്. എ പ്ലൂറൽ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ യൂസ്ഡ് ടു റെഫർ ടു സംതിങ് ദാറ്റ് ഈസ് ഫാർ. ദൂരെയുള്ള പ്ലൂറൽ ആയിട്ടുള്ള ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആണ് ദോസ്. സോ ദോസ് ആർ മൈ നോട്ട് ബുക്സ് ഓൺ ദ ഡെസ്ക്. ആ നോട്ട് ബുക്സ് ഉണ്ടല്ലോ, അത് ഡെസ്കിൽ ഇരിക്കുന്നുണ്ടല്ലോ, അത് എൻ്റേതാണ്. അപ്പോൾ നോട്ട് ബുക്സ് ദൂരെയാണ് ഇരിക്കുന്നത്, ദോസ് അകലെ ഇരിക്കുന്ന ആ ഒരു നോട്ട് ബുക്സ് അതിലേക്ക് സൂചന നൽകുകയാണ്. ദോസ് ആർ മൈ നോട്ട് ബുക്സ് എന്ന സൂചന അവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോട്ട് ബുക്സ് പ്ലൂറലാണ്, അതുകൊണ്ട് ദോസ് എന്ന് നമ്മൾ പറഞ്ഞു. ദോസിന് ശേഷം ആറ് കൊടുക്കണം, എന്ത് കൊടുക്കരുത്, ഈസ് കൊടുക്കരുത്. ദോസ് ഗെയിംസ് ആർ ഡിഫിക്കൽട്ട്, ആ ഗെയിംസ് വളരെ ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ കണ്ടില്ലേ, പ്ലൂറലാണ്, ആറ് കൊടുക്കണം, ഈസ് കൊടുക്കാൻ പാടില്ല. ക്ലിയർ ആയോ? സോ ഇനി കുറച്ച് പ്രൊനൗൺസിനെ കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. ഒന്ന് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ്. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ എടുത്ത് പഠിച്ചിട്ടുണ്ടാവില്ല, നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലേ ചോദ്യം എങ്ങനെ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ് ആർ യൂസ്ഡ് ടു കൺസിഡർ ദ മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ് സെപ്പറേറ്റ്ലി റാദർ ദാൻ കളക്റ്റീവ്ലി. Some other examples of distributive pronouns include any, no one, everyone. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് കൺസിഡർ ദ മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ് സെപ്പറേറ്റ്ലി. ഒരു ഗ്രൂപ്പിലെ ഓരോ മെമ്പേഴ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് പരിഗണിക്കുന്നു. എന്തല്ല, അവയെ കളക്റ്റീവ്, ഒരു ഗ്രൂപ്പായിട്ടല്ല, ആ ഗ്രൂപ്പിലെ ഓരോ മെമ്പേഴ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് പരിഗണിക്കുന്നു. ഉദാഹരണം, നോ വൺ എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പ് എന്നല്ല, മറിച്ച് ആ ഗ്രൂപ്പിലെ ഒരാളും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിനെ മൊത്തത്തിൽ പരിഗണിക്കാതെ, ആ ഗ്രൂപ്പിലെ ഓരോ മെമ്പേഴ്സിനെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു ഗ്രൂപ്പിലെ ഓരോ മെമ്പേഴ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് പരിഗണിക്കുന്ന പ്രൊനൗൺ ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഈച്ച് എന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രൂപ്പിലെ ഓരോ ആളുകളെയും സെപ്പറേറ്റ് ആയിട്ട് അവിടെ പരിഗണിക്കുന്നുണ്ട്. ഓരോ ആളുകളും. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് മസ്റ്റ് ക്യാരി ദെയർ ഐഡന്റിറ്റി കാർഡ്. വിദ്യാർത്ഥികളിലെ ഓരോ ആളുകളും, അപ്പൊ എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് ഒരു ID കാർഡ് കൊണ്ടുവന്നാൽ പറ്റില്ല. ഓരോ ആളുകളും സെപ്പറേറ്റ് ആയിട്ട്, അതാണ് ഓരോ ആളുകളെയും സെപ്പറേറ്റ് ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അവരവരുടെ ID കാർഡ് കൊണ്ടുവരണം. ഈച്ച് ഓഫ് സ്റ്റുഡൻസ്, അപ്പോൾ ഒരു ഗ്രൂപ്പിലെ ഓരോ മെമ്പേഴ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പ്രൊനൗൺ ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ. അപ്പൊ ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈച്ച് വന്നു കഴിഞ്ഞാൽ ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് പിന്നെ വരുന്നത് പ്ലൂറൽ ആയിരിക്കും.
ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ്. അപ്പൊ ഈച്ച് ഓഫ് കഴിഞ്ഞാൽ ശേഷം ഒരു നൗൺ ഉണ്ടാകും. ആ നൗൺ പ്ലൂറൽ ആണ്. സോ ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് മസ്റ്റ് ക്യാരി ദെയർ ഐഡന്റിറ്റി കാർഡ്. ദെൻ എവ്രി പാർട്ടിസിപ്പന്റ്. അപ്പൊ പാർട്ടിസിപ്പന്റിൽ നിന്നുള്ള എല്ലാ ആളുകളും വിൽ ബി ഫെലിസിറ്റേറ്റഡ്. അവർക്കെല്ലാം എന്ത് പറയും? ആശംസ ലഭിക്കും. അവരോടെല്ലാം ആശംസ അർപ്പിക്കുകയാണ്. അപ്പൊ ആശംസ കിട്ടുന്നത് ആ ഗ്രൂപ്പിലല്ല, ആ ഗ്രൂപ്പിന് മാത്രമല്ല, ആ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങൾക്കും കേട്ടോ, ആ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങൾക്കും. Then either you or Harry is going to stay with me till the end of the show. അപ്പൊ ഇവിടെ രണ്ടാൾക്കും കിട്ടില്ല, രണ്ടിൽ ഒരാൾക്കാണ് അല്ലെ. either you, ഒന്നെങ്കിൽ നിനക്ക് അല്ലെങ്കിൽ ഹാരി, ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഹരി എന്ത് ചെയ്യണം? ഈസ് ഗോയിങ് ടു സ്റ്റേ വിത്ത് മീ, എന്നോടൊപ്പം താമസിക്കണം ടിൽ ദ എൻഡ് ഓഫ് ദ ഷോ, ഈ ഒരു ഷോ അവസാനിക്കുന്നത് വരെ നീ അല്ലെങ്കിൽ ഹരി. അപ്പൊ ഈ എയ്തർ വരുമ്പോൾ ഒന്നെങ്കിൽ ഇത് ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഇത് എന്ന അർത്ഥത്തിനാണ് കേട്ടോ. എയ്തർ വരുന്ന സമയത്ത് ഒന്നെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ എന്ന അർത്ഥത്തിനാണ് എയ്തർ വരുന്നത്. നെയ്തർ വരുന്ന സമയത്തോ ആർക്കും ഇല്ല എന്നുള്ള അർത്ഥത്തിനാണ്. നെയ്തർ ഓഫ് യു, നിങ്ങളിൽ ഒരാളും ഈസ് ആക്സെപ്റ്റഡ് അറ്റ് ദ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയിൽ എന്തല്ല? സ്വീകാര്യനല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരാൾക്കും കിട്ടിയിട്ടില്ല, നിങ്ങളിൽ നിന്ന് ഒരാൾക്കും കിട്ടിയിട്ടില്ല. നെയ്തർ ഓഫ് യു, നിങ്ങളിൽ നിന്നും ഒരാൾക്കും കിട്ടിയിട്ടില്ല. ദെൻ ഓൾ എന്ന് പറയുമ്പോൾ എല്ലാവരെയും സൂചിപ്പിക്കുകയാണ്. ഓൾ ഓഫ് മൈ ഫ്രണ്ട്സിൽ നിന്ന് എല്ലാവരും. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഓരോ എല്ലാവരും എൻറ്റേർഡ് ദ കോസ്റ്റ്യൂം കോൺടെസ്റ്റ്. എല്ലാവരും കോസ്റ്റ്യൂം കോൺടെസ്റ്റിലേക്ക് മത്സരത്തിലേക്ക് പേര് തന്നിട്ടുണ്ട്. പക്ഷെ നൺ ഓഫ് ദം വോൺ, നിങ്ങളിൽ ഒരാളും എന്ത് ചെയ്തിട്ടില്ല? വിജയിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ നെയ്തർ, എയ്തർ, എവ്രി, ഈച്ച് ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ ആണ്. നൺ, ഓൾ എന്ന് പറയുമ്പോൾ എല്ലാവരും, നൺ എന്ന് പറയുമ്പോൾ ഒരുത്തരുമില്ല. ഓൾ എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ്. നൺ ഓഫ് ദി ബോക്സസ് വെയർ ഡാമേജ്ഡ്, ഒരൊറ്റ ബോക്സ് എന്ത് ചെയ്തിട്ടില്ല? ഡാമേജ് സംഭവിച്ചിട്ടില്ല. ബോത്ത് എന്ന് പറയുമ്പോൾ രണ്ടിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ, രണ്ടിനെ സൂചിപ്പിക്കുന്നതാണ്, രണ്ട് വസ്തുവിനെ അല്ലെങ്കിൽ രണ്ടാളുകളെ. ബോത്ത് ഓഫ് ദ ഡ്രസ്സസ് ആർ ബ്യൂട്ടിഫുൾ, രണ്ട് ഡ്രസ്സുകളും മനോഹരമാണ്. ദെൻ എവ്രി ചൈൽഡ്, എല്ലാ കുട്ടികളും, എവ്രി ചൈൽഡ് ഈസ് യുണീക്ക്, ഓരോ കുട്ടിയും അല്ലെങ്കിൽ എല്ലാ കുട്ടികളും യുണീക്ക് ആണ് എന്ന് സൂചിപ്പിക്കുന്നു. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് ഇൻഡെഫിനിറ്റീവ് പ്രൊനൗൺ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ പ്രൊനൗണെല്ലാം ഒരു ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ പേഴ്സൺസോ ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല, ഒരു വലിയൊരു കൂട്ടത്തെ, ഡെഫിനിറ്റ് അല്ലാത്ത വലിയൊരു കൂട്ടത്തിലേക്ക് സൂചന നൽകുന്ന പ്രൊനൗൺ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എന്ന് പറയാറ്. ആൻഡ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ഈസ് എ പ്രൊനൗൺ ദാറ്റ് റെഫേഴ്സ് ടു എ നോൺ സ്പെസിഫിക് പേഴ്സൺ, തിങ് ഓർ എമൗണ്ട്. നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയാത്ത അഥവാ ആരാണ് എന്ന് വ്യക്തമല്ലാത്ത ഒരു വലിയൊരു സംഘത്തിലേക്കുള്ള സൂചന നൽകുന്ന പ്രൊനൗണിനെയാണ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എന്ന് പറയുക. ഉദാഹരണം ഓൾ എന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ ഇൻഡെഫിനിറ്റ്, എല്ലാവരും എന്ന് പറയുമ്പോൾ ആര് വേണമെങ്കിലും ആകാം അല്ലെ. ഓൾ ഇൻ ദ ലോബി മസ്റ്റ് റിമെയിൻ സീറ്റഡ്, ആ ലോബിയിലുള്ള ആ ഒരു സ്ഥലത്തുള്ള എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം. അപ്പൊ എല്ലാവരും ഇൻഡെഫിനിറ്റ് ആണ്, അവിടെ ഉള്ള എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം. എനിവൺ മേ കം ടു ദ പാർട്ടി, ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? പാർട്ടിയിലേക്ക് വരാം, ആർക്ക് വേണമെങ്കിലും. അപ്പൊ അവിടെ എന്തില്ല? നിശ്ചിതമായിട്ടുള്ള ഒരാളെ കുറിച്ച് പറയുന്നില്ല അല്ലെ, ആർക്ക് വേണമെങ്കിലും വരാമെന്നാണ്, ആർക്ക് വേണമെങ്കിലും വരാം. ദെൻ ഈച്ച്, നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗണിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പലതും ഇവിടെയും വരുന്നുണ്ട്. ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു റീച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്സ്. നിങ്ങളുടെ ഓരോ ആളുകളുടെയും കഴിവനുസരിച്ച്, നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് എത്താൻ കഴിയും അല്ലെ. ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്സ്. അപ്പോൾ നിങ്ങളുടെ കഴിവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചായിരിക്കും. നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചായിരിക്കും, അതൊരു പ്രയോഗമാണ്. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ശേഷി നിങ്ങളുടെ ആവശ്യം പോലെ ഇരിക്കും അല്ലെ. നിങ്ങൾക്ക് ജോലി വേണം എങ്കിൽ നിങ്ങൾ അധ്വാനിക്കണം. അപ്പോൾ നിങ്ങളുടെ താല്പര്യം പോലെ ഇരിക്കും നിങ്ങളുടെ അധ്വാനം. ദെൻ എവ്രിബഡി, എല്ലാവരും. എവ്രിബഡി ഹാസ് എ കപ്പ് ഓഫ് കോഫി, എല്ലാവർക്കും ഒരു കപ്പ് ചായ. അപ്പോൾ ഇന്ന ആളൊന്നുമില്ല, വരുന്ന എല്ലാവർക്കും ഒരു കപ്പ് ചായ. എവ്രിതിങ്, എല്ലാ വസ്തുക്കളും. എവ്രിതിങ് ഈസ് പെർമിറ്റഡ്, എല്ലാം അനുവദനീയമാണ്. മെനി, ഒരുപാട് അല്ലെ. മെനി ഈസ് ഇൻഡെഫിനിറ്റീവ് പ്രൊനൗൺ ദാറ്റ് ഈസ് ഫോംഡ് ഇൻ ദ സെയിം വേ ആസ് അതർ ഇൻഡെഫിനിറ്റീവ് പ്രൊനൗൺസ് അല്ലെ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയൊന്നും അല്ല, അത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ളതാണ്. ധാരാളം, ഒരുപാട് എന്ന് സൂചിപ്പിക്കുന്ന പ്രൊനൗൺ ആണ് മെനി. ദെൻ നോബഡി, ഒരാളും അല്ല. നോബഡി ലെൻഡ്സ് ഹിം മണി, ആരും പണം കടം കൊടുക്കരുത്. അപ്പൊ നോബഡി, ഒരാളും അങ്ങനെ ചെയ്യരുത് അല്ലെ. ലോകത്ത് ഒരാളും അവനോട് അങ്ങനെ ചെയ്യരുത്. സംവൺ,
ആരോ ഒരാൾ അല്ലെങ്കിൽ സംബടി അപ്പൊ ആരോ ഒരാൾ അത് ആരാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല അല്ലെ, ഇവിടെ വ്യക്തി ആരാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. സംബടി ടുക്ക് മൈ സയൻസ് ടെക്സ്റ്റ് ബുക്ക്, ആരോ ഒരാൾ എൻ്റെ സയൻസ് ടെക്സ്റ്റ് ബുക്ക് എടുത്തു. അത് ആരാണ് എന്നറിയില്ല, ഇൻഡെഫിനിറ്റ് ആണ്, അഥവാ സ്പെസിഫിക് അല്ല. അപ്പൊ അത് ആരോ ഒരാളായിരിക്കും, ആരും ആകാം അല്ലെ, ആരും ആകാം. സംതിങ്, സംവൺ എന്നത് വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ് എങ്കിൽ സംതിങ് ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നതാണ്. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ യു ടു ഗീവ് മീ സംതിങ്, എനിക്ക് എന്തെങ്കിലും തരാൻ നിനക്ക് കഴിയുമോ? അപ്പൊ എന്തെങ്കിലും തന്നാൽ മതി, ഇന്നത് വേണമെന്നില്ല. പൈസ അല്ലെങ്കിൽ പുസ്തകം അല്ലെങ്കിൽ പേന അല്ലെങ്കിൽ ഭക്ഷണം അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും തന്നാൽ മതി. അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്പെസിഫൈ ചെയ്ത് പറയാത്തതാണ് ഇൻഡെഫിനിറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇൻഡെഫിനിറ്റീവ് പ്രൊനൗണും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗണും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അവിടെ നിന്ന് ആഴത്തിലുള്ള ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടില്ല. ദെൻ അതേപോലെ തന്നെയാണ് റെസിപ്രോക്കൽ പ്രൊനൗൺ. ഈ അവസാനം പറഞ്ഞ 3 ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, അവിടെ നിന്ന് ആഴത്തിലുള്ള ചോദ്യങ്ങൾ അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. ദെൻ എ റെസിപ്രോക്കൽ പ്രൊനൗൺ ഈസ് അത് ഈ ഒരു പ്രൊനൗൺ എന്ന രീതിയിൽ വന്നിട്ടില്ല, ഈ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് എന്ന തലത്തിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ വേറെ തന്നെ പഠിക്കും കേട്ടോ. A reciprocal pronoun is a pronoun that indicates a mutual relationship or action between two or more people or things. Reciprocal pronoun എന്ന് പറയുമ്പോൾ 2 വസ്തുക്കൾ അല്ലെങ്കിൽ 2 ആളുകൾ അല്ലെങ്കിൽ 2ലധികം ആളുകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കുന്ന, 2-2-ലധികമോ ആളുകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കുന്ന പ്രൊനൗൺ ആണ് റെസിപ്രോക്കൽ പ്രൊനൗൺ എന്ന് പറയുന്നത്. ഉദാഹരണം ഈച്ച് അതർ പറയുമ്പോൾ 2 ആൾ പരസ്പരം അല്ലെ, ഇപ്പൊ 2 ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നു. പീറ്റർ ആൻഡ് മേരി ഹെൽപ്ഡ് ഈച്ച് അതർ, പീറ്റർ മേരി അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു, അപ്പൊ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു എന്ന് സൂചിപ്പിക്കാൻ ഈച്ച് അതർ. ദെൻ വൺ അനദർ, ഒരാൾ മറ്റൊരാളെ എന്ന അർത്ഥത്തിന് വൺ അനദർ. ദ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് കൺഗ്രാറ്റുലേറ്റഡ് വൺ അനദർ ഓൺ എ സക്സസ്ഫുൾ ക്വാർട്ടർ. അപ്പൊ വിജയകരമായിട്ടുള്ള ആ ഒരു 4 മാസം പൂർത്തിയാക്കിയപ്പോൾ അവരെന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ മറ്റൊരാളെ അഭിനന്ദിച്ചു. വൺ അനദർ, ഒരാൾ മറ്റൊരാളെ അഭിനന്ദിച്ചു. ഈച്ച് അതേഴ്സ്, ഇവിടെ ഈച്ച് അതേഴ്സ് തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ ഒരു അതേഴ്സ് പൊസസീവിനെ സൂചിപ്പിക്കുന്ന ഒരു അതേഴ്സ് അവിടെ വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ദേ ഹെൽപ്ഡ് ടു ലുക്ക് ആഫ്റ്റർ ഈച്ച് അതേഴ്സ് ചിൽഡ്രൻ, അവർ അവരുടെ കുട്ടികളുടെ സംരക്ഷണം പരസ്പരം നോക്കാറുണ്ടോ? അപ്പൊ ഈച്ച് അതേഴ്സ് അവരുടെ എന്ന ഒരു പൊസസീവിന്റെ മീനിങ് വരുന്നു എന്നേ ഉള്ളൂ. ദേ ഹെൽപ്ഡ് ടു ലുക്ക് ആഫ്റ്റർ ഈച്ച് അതേഴ്സ് ചിൽഡ്രൻ. അതേപോലെ തന്നെയാണ് വൺ അനദേഴ്സ്. The group of students often stayed in one another's house. അവർ ഒരാൾ മറ്റൊരാളുടെ, ഈച്ച് അതേഴ്സ് എന്ന് പറയുമ്പോൾ പരസ്പരം എന്നുള്ള അർത്ഥത്തിനാണ്. വൺ അനദർ എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളുടെ വീട്ടിൽ, ഒരാൾ മറ്റൊരാളുടെ വീട്ടിൽ അങ്ങനെ താമസിക്കാറുണ്ട്. സോ ഇതാണ് നമുക്ക് പ്രൊനൗണിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ പ്രൊനൗണിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുന്നു. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആണ്, പക്ഷേ പ്രൊനൗണിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വരണം എന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ അതെല്ലാം സൂചിപ്പിച്ചത്. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുറച്ച് MCQs നമുക്ക് നോക്കാം. ഇതിലെല്ലാം തന്നെ പല എക്സാമുകൾക്കും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഈസ് ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ഇൻ സെന്റൻസ്? ഈ സെന്റൻസിലെ ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ഏതാണ്? അഥവാ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്ന പ്രൊനൗൺ. നമുക്കറിയാം ദേ സബ്ജക്റ്റ് ആണ്, ഹെർ ആണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ഹെർ ആണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. then അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ പൊസസീവ് പ്രൊനൗൺ. പൊസസീവ് പ്രൊനൗൺ ഏതെന്നാണ്? ദിസ് ഈസ് ഹെർ ബുക്ക്, ഇത് അവളുടെ ബുക്കാണ്, നോട്ട് യുവേഴ്സ്, നിന്റേതല്ല. അപ്പൊ ഇവിടെ ഹെറും യുവേഴ്സും വന്നിട്ടുണ്ട്. ഹെർ പൊസസീവ് ആണ്, പക്ഷെ പൊസസീവ് പ്രൊനൗൺ അല്ല, പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. കാരണം എന്താ? അവിടെ ഒരു നൗൺ വന്നിട്ടുണ്ട്, അതിനെ വിശദീകരിക്കാൻ ഹെർ ബുക്ക്, അവളുടെ പുസ്തകം. എന്നാൽ നോട്ട് യുവേഴ്സ്, നിന്റേതല്ല എന്ന് പറയുമ്പോൾ യുവേഴ്സ് അവസാനം എസ്സിലല്ലേ അവസാനിച്ചത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൊസസീവ് പ്രൊനൗൺ ആണെങ്കിൽ മൈ ഒഴികെ ഉള്ളതിൽ എല്ലാത്തിലും അവസാനം എന്തുണ്ടാകും? എസ് ഉണ്ടാകും. അഥവാ ഐനെ സൂചിപ്പിക്കുന്ന മൈൻ ഒഴികെ ഉള്ളതിലെല്ലാം അവസാനം എസ് ഉണ്ടാകും. മൈൻ ഒഴികെ ഉള്ള പൊസസീവ് പ്രൊനൗണിന്റെ അവസാനം എസ് ഉണ്ടാകും. അപ്പൊ ഇവിടെ ഹെഴ്സ് എന്നായിരുന്നുവെങ്കിൽ പൊസസീവ് പ്രൊനൗൺ ആയിരുന്നേനെ അല്ലേ? സോ ഇവിടെ യുവേഴ്സ് എന്നുള്ളതാണ് പൊസസീവ് പ്രൊനൗൺ. അടുത്ത ചോദ്യം, സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ അണ്ടർലൈൻ വേർഡ്. അടിവരയിട്ടിരിക്കുന്ന ആ ഒരു വേർഡിന്റെ കറക്റ്റ് പേരെന്താന്ന് പറയുക. കറക്റ്റ് പേര് ഓപ്ഷൻസ് ഇല്ല കേട്ടോ. കറക്റ്റ് പേരെന്താ?
ഹിംസെൽഫ്, സെൽഫിലും സെൽഫ്സിലും അവസാനിക്കുന്നത് റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണെന്ന് നമുക്കറിയാം. സോ റിഫ്ലെക്സീവ് പ്രൊനൗൺ. ദെൻ വീണ്ടും അണ്ടർലൈൻഡ് വേർഡിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫോളോ ഹെർ, ഷീ ആൻഡ് ഷീ വിൽ ഷോ യു വിച്ച് റൂം ഈസ് യുവേഴ്സ്. എസ്സിൽ അവസാനിച്ചു. അപ്പൊ എസ്സിൽ അവസാനിക്കുമ്പോൾ അത് ഏതാണ്? പൊസസീവ് പ്രൊനൗൺ ആണ്. പൊസസീവ് പ്രൊനൗൺ ആണ്. ദെൻ ഫോളോ ഹെർ, ഹെർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആണ് അല്ലെ. ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. യു വിൽ ഷോ യു, അതിലെ യു എന്ന് പറയുന്നത് ഏത് പ്രൊനൗൺ ആണ്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ, യു ഏതാണെന്ന് കമന്റ് ചെയ്യുക. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 4 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യാൻ പോവാണ്. ഇതിൽ 2 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക. ഈ 41ാമത്തെ 2 ചോദ്യവും നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറയുന്നില്ല. 33ാമത്തെ ചോദ്യം, യൂസ് അപ്രോപ്രിയേറ്റ് പ്രൊനൗൺ. വളരെ നല്ല 2 ചോദ്യങ്ങളാണ്. കാരണം ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഏത് ഏരിയയിൽ നിന്നുള്ള ചോദ്യമാണെന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും. സബ് ഡിവിഷൻ എ നമുക്ക് നോക്കാം. സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള എ നോക്കാം. മൈ സിസ്റ്റർ ഡാഷ് അവർ അങ്കിൾ സേവ്ഡ് ഈസ് നൗ ഗെറ്റിംഗ് മാരീഡ്. കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കിയേ. മൈ സിസ്റ്റർ, എന്റെ സഹോദരി, ഡാഷ്. അപ്പൊ അവിടെ ഒരു പ്രൊനൗൺ ആണ് കൊടുക്കേണ്ടത്. അവർ അങ്കിൾ സേവ്ഡ്, നമ്മുടെ അങ്കിൾ സേവ് ചെയ്ത, ഈസ് നൗ ഗെറ്റിംഗ് മാരീഡ്. ആ ഒരു സിസ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു സിസ്റ്റർ വിവാഹിത ആകാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ സെന്റൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഏത് പ്രൊനൗൺ ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ നമുക്ക് സബ്ജക്റ്റ് പ്രൊനൗൺ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് പ്രൊനൗൺ അല്ലെങ്കിൽ റിഫ്ലെക്സീവ് പ്രൊനൗൺ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നത് റിലേറ്റീവ് പ്രൊനൗൺ ആണ് അല്ലെ. റിലേറ്റീവ് പ്രൊനൗണിൽ ഏത് യൂസ് ചെയ്യാം? ഇവിടെ മൈ സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ ആണ്. പേഴ്സൺ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒന്നെങ്കിൽ ഹൂ, അല്ലെങ്കിൽ ഹൂം, അല്ലെങ്കിൽ ഹൂസ്, ഇത് 3ഉമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ ക്ലാസ്സിൽ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒന്നെങ്കിൽ ഹൂ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹൂം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹൂസ് യൂസ് ചെയ്യാം. ഹൂ ആണെങ്കിൽ സബ്ജക്റ്റിലേക്കുള്ള ഒരു സൂചന ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, ഈ ഒരു ക്ലോസ് അവർ അങ്കിൾ സേവ്ഡ് എന്ന് പറയുന്ന ക്ലോസിൽ അങ്കിൾ സബ്ജക്റ്റ് അവിടെ വരുന്നുണ്ട് അല്ലെ. സബ്ജക്റ്റ് വരുന്നുണ്ട്. അപ്പോ സബ്ജക്റ്റ് അല്ല നമുക്ക് അവിടെ വേണ്ടത്. ദെൻ നമ്മുടെ സഹോദരി എങ്ങനെയുള്ള സഹോദരിയാണ്? ആ സഹോദരിയെ നമ്മുടെ അങ്കിൾ രക്ഷിച്ചു. അപ്പൊ മുന്നേ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടോ, ആ അപകടത്തിൽ നിന്നും സഹോദരി രക്ഷിച്ചിട്ടുണ്ട് എന്നാണ് അവിടുത്തെ ഉദ്ദേശം. സഹോദരിയെ കേട്ടോ, സഹോദരിയല്ല, സഹോദരിയെ അങ്കിൾ രക്ഷിച്ചിട്ടുണ്ട്. മൈ സിസ്റ്റർ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ്. ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ അവർ അങ്കിൾ സേവ്ഡ്, ആ ഒരു ക്ലോസിലെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് കേട്ടോ. ആ ഒരു ക്ലോസിലെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ്. അപ്പൊ നമുക്ക് അതിനെ സൂചിപ്പിക്കുന്ന ഹൂം കൊടുക്കാം. ഹൂം അല്ലെ, ഹൂം. മൈ സിസ്റ്റർ, എന്റെ സിസ്റ്റർ. ഹൂം അവർ അങ്കിൾ സേവ്ഡ്, ആ സിസ്റ്ററിനെ നമ്മുടെ അങ്കിൾ ഏതോ ഒരു അപകടത്തിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഹൂം കൊടുക്കാം. ഇതേപോലെ തന്നെയാണ് ദ സ്റ്റുഡൻസ് എന്ന് പറയുന്ന 2ാമത്തതിലും. ദ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ. എങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ്? ആ വിദ്യാർത്ഥികൾ ബിൽറ്റ് ദ ക്ലാസ് റൂം നിർമ്മിച്ചിട്ടുണ്ട്. സോ ഇവിടെ സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് അല്ലെ. ഇവിടെ ആ ഒരു ക്ലോസിലെ സബ്ജക്റ്റ് ആണ്. കാരണം ഇവിടെ ബിൽറ്റ് ദ ക്ലാസ് റൂം എന്നേ പറഞ്ഞിട്ടുള്ളൂ, ആരാണ് ബിൽറ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് അവിടെ ഹൂ കൊടുക്കാം. റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ടുള്ള ഹൂ കൊടുക്കാം. ദ സ്റ്റുഡൻസ് ഹൂ ബിൽറ്റ് ദ ക്ലാസ് റൂം ബിൽറ്റ് ചെയ്ത സ്റ്റുഡൻസ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ് ആയില്ലേ? സോ നന്നായിട്ട് അത് മനസ്സിലാക്കി വെച്ചേക്കുക. സോ ഡിയർ ഫ്രണ്ട്സ്, പ്രൊനൗൺ എന്ന് പറയുന്ന ടോപ്പിക്കിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നമ്മളിവിടെ പഠിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സോ പുതിയ ക്ലാസ്സുകളുമായിട്ട് സഹകാരി റൈസ് പ്ലസ് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏവർക്കും വിജയാശംസകൾ. നന്ദി.